വിശുദ്ധമായ ശഅബാനിന്റെ പവിത്രമായ പകുതിയിലെ രാത്രി ബറാഅത്ത് രാവെന്ന് നമ്മളെല്ലാവരും പറയാറുള്ള ഈ മഹത്തായ രാവ്, എന്താണ് ഇതിന് ബറാഅത്ത് എന്ന പേര് ലഭിക്കാനുള്ള കാരണം? ബറാഅത്ത് എന്ന പേരിന്റെ അർത്ഥം തന്നെ മോചനം എന്നാണ്. എവിടെ നിന്നാണ് നമുക്ക് മോചനം ലഭിക്കേണ്ടത്? പാപങ്ങളിൽ നിന്ന്, നമ്മുടെ ദോഷങ്ങളിൽ നിന്ന്. ദോഷങ്ങൾ ചെയ്ത് പാപപങ്കിലമായ മനസ്സുമായി പടച്ച റബ്ബിലേക്ക് ചെല്ലുന്ന മനുഷ്യരെ അല്ലാഹു തആല പ്രവേശിപ്പിക്കുന്ന സ്ഥലമാണല്ലോ അല്ലാഹുവിന്റെ നരകം. ആ നരകത്തിൽ നിന്ന് അല്ലാഹു തആല ധാരാളം മനുഷ്യരെ അവന്റെ അപാരമായ റഹ്മത്ത് കൊണ്ട് മോചിപ്പിക്കുന്ന പവിത്രമായ രാവാണ് നമ്മിലേക്ക് കടന്നു വരാനിരിക്കുന്നത്. അല്ലാഹുവേ, ഈ മഹത്തായ രാവിന്റെ ബഹുമാനം കാത്തു സൂക്ഷിക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ, ഈ രാത്രി കൊണ്ട് വിജയിക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ ഈ മഹത്തായ രാത്രിയും നാളത്തെ പകലും എങ്ങനെയാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ കൈകാര്യം ചെയ്യേണ്ടത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഇദാ കാനത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാനിന്റെ 15ാമത്തെ രാവായാൽ ഫഖൂമു ലൈലഹാ വസൂമു നഹാറഹാ, ആ രാത്രിയിൽ നിങ്ങൾ നിന്ന് നിസ്കരിക്കണേ. ആ രാത്രി നിങ്ങൾ പടച്ച റബ്ബിലേക്ക് അടുക്കുന്ന പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകണേ. പ്രധാനമായും ദീർഘനേരം നിങ്ങൾ നിന്ന് നിസ്കരിക്കണേ. ആ പകലിൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുകയും ചെയ്യണേ. എന്താണ് ഇങ്ങനെ മറ്റു രാവുകളില്ലാത്ത ഒരു പ്രത്യേകത ഈ സമയത്ത് അല്ലാഹു മുത്തനബി തങ്ങൾ പറയാനുള്ള കാരണം? ഫഇന്നല്ലാഹ യൻസിലു ഫീഹാ ലിഗുറൂബി ശംസി ഇലാ സമാഇദ് ദുനിയാ. ഇന്നത്തെ മഗ്രിബിന് സൂര്യൻ അസ്തമിക്കലോടുകൂടെ അല്ലാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്ത് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങുകയാണ്. അല്ലാഹുവിന്റെ മാലാഖമാർ അല്ലാഹുവിൽ നിന്നുള്ള ഉത്തരവ് പ്രകാരം ഒന്നാമത്തെ ആകാശത്തിലേക്ക് ഇറങ്ങുകയാണ്. ഫയഖൂൽ, അല്ലാഹുവിന്റെ മലായികത്തുകൾ അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഒന്നാം ആകാശത്ത് വെച്ച് വിളിച്ചു പറയുകയാണ്, അലാ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിർ ലഹു, അലാ മിൻ മുസ്തർസിഖിൻ ഫഅർസുഖുഹു, അലാ മുബ്തലൻ ഫഉആഫി, അലാ കദാ അലാ കദാ. എന്താണ് ഇന്ന് മഗ്രിബ് മുതൽ നാളെ സുബ്ഹി വരേക്കും വിളിച്ചു പറയുന്ന കാര്യം? എന്താണ്? അലാ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിർ ലഹു. ആരെങ്കിലും എന്നോട് ദോഷം പൊറുക്കാൻ ആവശ്യപ്പെടുന്നുണ്ടോ? ഇന്നത്തെ രാത്രി ദോഷം പൊറുക്കാൻ വേണ്ടി ആരെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടോ? ആര് ചോദിച്ചാലും, ആര് ദോഷം പൊറുക്കാൻ ആവശ്യപ്പെട്ടാലും അല്ലാഹു പറയുകയാണ്, ഞാൻ അവനിക്ക് പുറത്തു കൊടുക്കുന്നതാണ്, ഞാൻ അവന്റെ ദോഷങ്ങൾ മുഴുവനും പുറത്തു കൊടുക്കുന്നതാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഈ രാത്രിയെ കുറിച്ച് പറഞ്ഞത് മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ പറയുന്നുണ്ട്. മഹദി അവർകൾ രാത്രി എഴുന്നേറ്റ് നോക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നില്ല. തന്റെ കൂടെ കിടന്നുറങ്ങിയ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാതെയായപ്പോൾ മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ അതേ റൂമിൽ തപ്പുകയാണ്. മുത്തുനബി തങ്ങളെ അന്വേഷിക്കുകയാണ്. അവിടെ എവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ റൂമിന്റെ വെളിയിൽ ഇറങ്ങുകയാണ്. പുറത്തു പോയി നോക്കുകയാണ്, എവിടെയെങ്കിലും മുത്തുനബി തങ്ങളുണ്ടോ?
മുത്തുനബി തങ്ങൾക്ക് വല്ലതും സംഭവിച്ചോ എന്ന് വിചാരിച്ച് മഹദി അവറുകൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവിടെ എവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുന്നില്ല. അങ്ങനെയാണ് ജന്നത്തുൽ ബഖീൽ ഖബറുകളുടെ ധാരാളം ഖബറുകളുള്ള ജന്നത്തുൽ ബഖീൽ ഖബറിനരികിൽ നിന്നുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ മുത്തുനബി തങ്ങൾ ഇങ്ങനെ കരയുന്നത് കാണുന്നു, ദുആ ചെയ്യുന്നത് കാണുന്നു. അവിടെ വെച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, അല്ല തങ്ങളെ എന്താണ് ഇവിടെ, എന്താണ് ഈ സമയത്ത് സാധാരണ പതിവില്ലാത്ത വിധം ഈ പാതിരാത്രിയിൽ ഈ ഖബർസ്ഥാനിയിൽ വന്നിരിക്കാനുള്ള കാരണം എന്താണ്? മുത്തുനബി തങ്ങൾ പറയുകയാണ്, അതദരീന മാ ഹാദിഹിൽ ലൈല, എന്റെ പൊന്നു ആയിഷ, ഈ വരുന്ന ഈ രാവ് ഏതാണെന്ന് നിനക്കറിയുമോ? ഈ രാത്രി ഏതാണെന്ന് നിനക്കറിയുമോ? ഇത് ലൈലത്തുൽ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാനിലെ പകുതിയിലെ രാവാണ്. ഫീഹാ ഉതഖാഉ മിനന്നാർ, ഈ രാത്രിയിൽ നരകത്തിൽ നിന്ന് ധാരാളം ആളുകളെ അല്ലാഹു മോചിപ്പിക്കുന്നുണ്ട്. നരകത്തിൽ കടക്കുമെന്നുറപ്പായ, നരകത്തിൽ കിടന്ന് വിറകാകുമെന്നുറപ്പായ തനിത്തമ്മാടികളായ മനുഷ്യരെ അല്ലാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട്. മുത്തുനബി തങ്ങൾ പറയാണ്, ഫീഹാ ഉതഖാഉ മിനന്നാർ, നരകത്തിൽ നിന്ന് ധാരാളം മനുഷ്യരെ മോചിപ്പിക്കുന്ന രാവാണിത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ബറാഅത്ത് എന്ന പേര് ഈ രാത്രിക്ക് മഹാന്മാര് വെക്കാനുണ്ടായ കാരണം അതാണ്. അതുപോലെ അല്ലാഹു തആല ഈ ദിവസം ഫയഗ്ഫിറു ലിഅക്സറ മിൻ അദദി ശഅരി ഗനമി ബനി കൽബ്, ബനൂ കൽബ് ഗോത്രക്കാർ, ബനൂ കൽബ് ഗോത്രക്കാർ അക്കാലത്ത് ഏറ്റവും കൂടുതൽ ആടുകൾ ഉള്ള ഗോത്രക്കാരാണ് അവർ. ഒരുപാട് ആളുകൾ എന്ന് പറഞ്ഞാൽ 1000-വും 10,000-വും ആടുകളെ ഒരേ സമയം വളർത്തുന്ന വിഭാഗമാണവർ. അവ ആടുകളുടെ രോമങ്ങളുടെ എണ്ണത്തെക്കാൾ മനുഷ്യർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുന്ന രാത്രിയാണിത് എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കായ ആളുകളുടെ പാപങ്ങൾ പുറത്ത് ദോഷങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് അവന്റെ റഹ്മത്ത് കൊണ്ട് സ്വർഗത്തിൽ കടത്തുന്ന ദിവസമാണ്, രാവാണ് ബറാഅത്തിന്റെ രാവെന്ന് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നരകത്തിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് അല്ലാഹു നമുക്ക് മോചനം തരുന്ന രാവാണിത്. ഈ രാവിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? ശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലയോ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ. വിശുദ്ധമായ ഖുർആനിനെ നാം ഇറക്കിയ രാവാണ്, മുബാറക്കായ ധാരാളം ബറക്കത്തുകൾ നിറഞ്ഞ രാത്രിയിലാണ് നാം ഈ ഖുർആനിനെ ഇറക്കുന്നത്. മഹാന്മാര് പഠിപ്പിച്ചു, ഈ ഇന്നാ അൻസൽനാഹു ഒന്നിച്ചുള്ള ഖുർആനിന്റെ ഇറക്കം അത് ഹിയ ലൈലത്തുൽ നിസ്ഫി മിൻ ശഅബാൻ, ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് അല്ലാഹുവിന്റെ ഒന്നാം ആകാശത്തേക്ക് അല്ലാഹുവിന്റെ ലക്ഷക്കണക്കായ മലായികത്തിന്റെ അകമ്പടിയോടുകൂടെ വിശുദ്ധമായ ഖുർആനിനെ അല്ലാഹു തആല ഇറക്കിയ രാത്രിയാണ് ബറാഅത്തിന്റെ രാവ്. ലൈലത്തുൽ ഖദ്റിൽ അല്ലാഹു ഇറക്കിയിട്ടുണ്ട്. അത് ഒന്നാം ആകാശത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്കുള്ള ഇറക്കമാണെന്ന് മഹാന്മാര് പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഈ ബറാഅത്തിന്റെ രാവിന്റെ പ്രത്യേകത അല്ലാഹു പറയുകയാണ്, ഫീഹാ യുഫറഖു കുല്ലു അംറിൻ ഹകീം. ഫീഹ
ഫീഹാ യുഫറഖു കുല്ലു അംറിൻ ഹകീം. തീരുമാനിക്കേണ്ട സർവകാര്യങ്ങളും തീരുമാനിക്കുന്ന രാത്രിയാണത്. ആ രാത്രിയിലാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നത്. എല്ലാ രാത്രിയിൽ നിന്നും എല്ലാ ഈ ഒരു വർഷം നടക്കേണ്ട സർവകാര്യങ്ങളും അല്ലാഹു തആല തീരുമാനിക്കുന്ന രാത്രിയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ രാത്രി വാനലോകത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ വിളിച്ചു പറയുന്നത് അലാ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിർ ലഹു. എന്നോട് ആര് ദോഷം പൊറുക്കാൻ ആവശ്യപ്പെട്ടാലും ഞാൻ അവർക്ക് ദോഷം പൊറുത്തു കൊടുക്കും. രണ്ടാമത്തേത് എന്താണ്? അലാമിൻ മുസ്തർസിഖിൻ. ആര് എന്നോട് റിസ്ഖിനെ തേടിയാലും ഫഅർസുഖുഹു, ഞാൻ അവനിക്ക് റിസ്ഖ് നൽകുന്നതാണ്. റിസ്ഖ് ആവശ്യപ്പെടണം. ഒരു വർഷത്തേക്കുള്ള ബജറ്റ് തീരുമാനിക്കുന്ന രാത്രിയാണിത്. ഈ ഒരു വർഷം പട്ടിണി കിടന്നുകൂടാ, അന്യന്റെ മുമ്പിൽ കൈനീട്ടിക്കൂടാ, രോഗം വന്ന് വിഷമിച്ചുകൂടാ. അല്ലാഹു പറയാണ് അലാ മുബ്തലൻ ഫഅഫി. ആർക്കെങ്കിലും വല്ല രോഗവും വന്നിട്ടുണ്ടോ, വല്ല ബലാ മുസീബത്തുകളിലും അകപ്പെട്ടിട്ടുണ്ടോ, വല്ല പരീക്ഷണങ്ങളിലും വീണുപോയിട്ടുണ്ടോ, ഇന്നത്തെ രാവിലെ ചോദിച്ചോളൂ. അല്ലാഹു പറയുകയാണ് ഫഅഫി, ഞാൻ അവനിക്ക് ആഫിയത്ത് നൽകും, ഞാൻ അവനിക്ക് ആരോഗ്യം നൽകും, അവന്റെ ക്ഷീണവും വിഷമവും ഞാൻ മാറ്റിക്കൊടുക്കും. അല്ലാഹു തആല ഗ്യാരണ്ടി എന്നതാണ്. ഇന്നത്തെ ദിവസം എന്ത് ചോദിച്ചാലും അല്ലാഹു തരാൻ റെഡിയാണ്. അല്ലാഹുവിന്റെ റഹ്മത്ത് വാനലോകത്ത് നിന്ന് ധാരാളമായി വർഷിക്കപ്പെടുകയാണ്. ഇങ്ങനെയൊക്കെ അല്ലാഹു തആല നമുക്ക് ഫയഗ്ഫിറു ലിൽ മുസ്തഗ്ഫിരീന വയർഹമുൽ മുസ്തർഹിമീൻ. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റഹ്മത്ത് ഈ രാത്രിയിൽ കോരിച്ചെരിയുമെന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ദിവസം ആര് ദോഷം പൊറുക്കലിനെ തേടിയാലും അല്ലാഹു തആല ദോഷം പൊറുത്തു കൊടുക്കും. വയർഹമുൽ മുസ്തർഹിമീൻ. പടച്ചോന്റെ കാരുണ്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലാഹുവിനോട് ചോദിക്കാൻ തയ്യാറുള്ളവരാരുണ്ടോ അവന്റെ കാരുണ്യം അല്ലാഹു തആല അവർക്ക് വർഷിപ്പിക്കുമെന്ന് ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇന്നത്തെ രാത്രി എങ്ങനെയാണ് നമ്മൾ ഈ മഹത്തായ രാവിനെ എങ്ങനെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്? മുത്തുനബി തങ്ങൾ എങ്ങനെയാ പരിഗണിച്ചത്? ഞാൻ പറഞ്ഞു, പാതിരാവിൽ ജന്നത്തുൽ ബഖീഇൽ തന്റെ ഉറ്റവരും ഉടയവരെയും ഓർത്ത്, ഉമ്മത്തികളാകുന്ന നമ്മെ ഓർത്ത് ആ ഖബർസ്ഥാനിൽ പോയി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നിർദ്ദേശപ്രകാരം പടച്ചോനോട് കരഞ്ഞു പ്രാർത്ഥിച്ച രാത്രിയാണ് ഈ രാത്രി. മാത്രമല്ല മഹദിയായ ആയിഷത്തുമ്മ തന്നെ പറയുകയാണ്, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുകയാണ്. നിസ്കാരം നിർത്തുന്നില്ല. ഫസല്ല, അവിടുന്ന് നിസ്കരിക്കുന്നു. ഫഅഖാല സുജൂദ്, സുജൂദ് അങ്ങോട്ട് ദീർഘിപ്പിക്കാൻ തുടങ്ങി. മണിക്കൂറുകളോളം സുജൂദിൽ തന്നെ ഹബീബായ തങ്ങൾ കിടക്കുന്നത് കാണുകയാണ്. ഫളനന്തു അന്നഹു ഖദ് ഖുബിൽ. മഹദി അവർ പറയുകയാണ്, മുത്തനബി തങ്ങളെങ്ങാനും മരിച്ചുപോയോ? അവിടുത്തെ ചലനമില്ലാത്ത സുജൂദിലുള്ള കിടപ്പ് കണ്ടിട്ട് മുത്തനബി തങ്ങൾ മരണപ്പെട്ടു പോയോ എന്ന് പോലും ഞാൻ ഭയപ്പെട്ടു പോയി. ഇന്നത്തെ പോലെയല്ല, സ്വിച്ചില്ലാത്ത ലൈറ്റ് ഇല്ലാത്ത കാലമാണ്. ചെറിയ ചെറിയ നിലാവിന്റെ വെട്ടത്തിൽ ഒരു രൂപം കാണുക എന്നതിനപ്പുറം കൃത്യമായി രാത്രിയൊന്നും ആളുകളെ വ്യക്തമായി മനസ്സിലാകുന്ന സന്ദർഭമല്ലല്ലോ അന്നുള്ളത്. അതുകൊണ്ട് തന്നെ മഹദി അവർകൾ മുത്തുനബി തങ്ങളെ നിരീക്ഷിക്കുന്നു. മുത്തുനബി തങ്ങള് ദീർഘമായി സുജൂദിൽ കിടക്കുന്നു. അങ്ങനെ ഫലമ്മാ റഅയ്തു ദാലിക, മണിക്കൂറുകളോളം സുജൂദിൽ ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോ ഞാൻ എഴുന്നേറ്റ് എന്നിട്ട് ഹത്താ ഹറക്തു ഇബ്ഹാമഹു ഫതഹറക ഫറജഅ. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിരൽ ഇങ്ങനെ അനക്കി നോക്കി. വിരൽ അനക്കിയപ്പോൾ റസൂലുള്ള വിരൽ അനക്കുന്നുണ്ട്. വിരൽ അനക്കുന്നത് കണ്ടപ്പോൾ സമാധാനായി. മുത്തനബി തങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഫറജഅ, മുത്തനബി പിന്നെ മഹദി അവർകൾ പിന്നെ തിരിച്ചു പോന്നു. അങ്ങനെ ഫലമ്മാ റഫഅ റഅസഹു മിന സുജൂദ് വഫറഗ
അങ്ങനെ സുജൂദെല്ലാം കഴിഞ്ഞ് നിസ്കാരമെല്ലാം കഴിഞ്ഞതിന് ശേഷം മുത്തുനബി തങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, യാ ആയിഷ അവനന്തി അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഖാസബ. മുത്തുനബി തങ്ങൾ നിന്നെ വിട്ടുപോയി നീ മനസ്സിലാക്കിയോ ആയിഷ? ഇല്ല ഇല്ല. മുത്തുനബി മഹദി അവറുകൾ പറയുകയാണ്, ലാ വല്ലാഹി യാ റസൂലല്ലാഹ് വലാകിന്നി ളനന്തു അൻ ഖുബിളത തൂല സുജൂദിക. ദീർഘമായ സുജൂദ് കണ്ടപ്പോൾ മുത്തുനബി തങ്ങളെ അങ്ങേയങ്ങാനും മരണപ്പെട്ടു എന്ന് പേടിച്ചു പോയി ഞാൻ. അപ്പോഴാണ് മുത്തുനബി തങ്ങൾ പറയുന്നത്, അതദരി അയ്യു ലൈലത്തിൻ ഹാദിഹി, ഈ രാത്രി ഏത് രാത്രിയാണെന്ന് അറിയോ ആയിഷ? മുത്തുനബി മഹദി അവറുകൾ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അലം. ഖാല ഹാദിഹി ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ഇത് ശഅബാൻ പകുതിയിലെ രാത്രിയാണ്, ബറാഅത്തിന്റെ രാത്രിയാണ്. അല്ലാഹു തആല യത്തലിഉ അലാ ഇബാദിഹി, അല്ലാഹു അവന്റെ അടിമകളിലേക്ക് കാര്യമായ റഹ്മത്ത് വർഷിപ്പിക്കുന്ന രാത്രിയാണ്. അതുകൊണ്ട് തന്നെ ഈ രാത്രി കിടന്നുറങ്ങുന്നത് അബദ്ധമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ദീർഘമായ സുജൂദിലും റുകൂഇലുമായി ഇങ്ങനെ ദീർഘനേരം ഞാൻ നിസ്കരിക്കുന്നത് എന്ന് ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ രാത്രി വെറും ഒരു ചക്കരച്ചോറിന്റെ രാത്രിയല്ല, വെറും ഒരു മധുരം ഉണ്ടാക്കി ആഘോഷിക്കപ്പെടേണ്ട രാത്രി മാത്രം അല്ല. ഇന്നത്തെ രാത്രി ധാരാളം സദഖകൾ ചെയ്യണം, പലഹാരങ്ങൾ ഉണ്ടാക്കി മക്കളെ സന്തോഷിപ്പിക്കണം, കുടുംബങ്ങൾക്ക് പ്രത്യേകമായ വിശാലത നമ്മൾ നൽകണം. അങ്ങനെ നമ്മൾ കുടുംബങ്ങൾക്ക് വിശാലത നൽകുമ്പോൾ ഈ ഒരു വർഷം മുഴുവനും അല്ലാഹു തആല നമുക്ക് വിശാലത നൽകുന്ന രാത്രിയാണ് ഈ രാത്രി. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇപ്പൊ പിന്നെ വിശാലമാക്കുന്നതിനെ കുറിച്ച് വാഴ്ന്നു പറയാൻ പേടിയാണ്. കാരണം ഇപ്പൊ നമ്മൾ എന്നും വിശാലതയിലാണുള്ളത്. എന്നാണ് ഇപ്പൊ ഒരു വീട്ടിൽ മീനില്ലാത്ത ദിവസം, മാംസമില്ലാത്ത ദിവസം, ഫ്രിഡ്ജിൽ ഇറച്ചില്ലാത്ത ദിവസം? ഇല്ല. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ബിരിയാണിയും കബ്സയും വെക്കുന്ന വീടുകളാണ് ഇപ്പൊ അധികവും. ഇന്നിപ്പോ വിശാലതയുടെ ഒരു വാഴ്ന്നു പറഞ്ഞാൽ അത് കൂടുതൽ അപകടം ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ പ്രശ്നം എന്താ പറയുക? മുമ്പൊക്കെ പഴയ കാലങ്ങളിൽ നമ്മുടെ വീടുകളിൽ കുടുംബങ്ങളിൽ ചക്കരച്ചോറുണ്ടാക്കും. അത് എത്ര ഉണ്ടാക്കുക? കുറച്ചുണ്ടാക്കാനേ കഴിയുള്ളൂ. അതിനുള്ള വകുപ്പേ മനുഷ്യന്മാർക്ക് അന്നുള്ളൂ. അന്ന് ശർക്കര വാങ്ങാനും ഗോതമ്പ് വാങ്ങാനും അല്ലെങ്കിൽ അരി വാങ്ങാനും തന്നെ കാശ് തികയാതെ ഉള്ളത് കൊണ്ട് ഒപ്പിച്ച് അതങ്ങ് പിന്നെ സന്തോഷത്തിലാക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഒരു 20-30 വർഷം മുമ്പൊക്കെ നമ്മുടെ വീടുകളിലും കുടുംബങ്ങളിലുള്ളത്. അതുകൊണ്ട് തന്നെ പാകത്തിനെ അത്തരത്തിലുള്ളതൊക്കെ ഉണ്ടാക്കുള്ളൂ. അപ്പോ പഴയകാലത്ത് 27 നമ്മുടെ ലൈലത്തുൽ ഖദറിന്റെ 27-ാം രാവ് വിശുദ്ധമായ ഖുർആനിന്റെ വാർഷികമാണ്. അതുപോലെ തന്നെ ഈ ബറാഅത്ത് രാവും ഖുർആനിന്റെ വാർഷികമാണ്. വിശുദ്ധമായ ഖുർആനാകുന്ന അല്ലാഹുവിന്റെ ആ വലിയ റഹ്മത്ത് അല്ലാഹു തആല നമുക്ക് തന്ന ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് മുഴുവനും സന്മാർഗമായ വിശുദ്ധമായ ഖുർആൻ അല്ലാഹു തആല അവതരിപ്പിച്ച ഈ 2 രാവിനെയും സന്തോഷത്തോടെ സ്വീകരിക്കാൻ പഴയ കാലം മുതൽക്ക് തന്നെ നമ്മുടെ പൂർവികർ മധുരമുണ്ടാക്കി, ബറക്കത്തിന് വേണ്ടി ഭക്ഷണമുണ്ടാക്കി. അത് ഉസ്താദുമാർക്ക്, ആലിമീങ്ങൾക്ക്, വീട്ടിലുള്ള ചെറിയവർക്ക്, മുതിർന്നവർക്ക്, അയൽപക്കങ്ങൾക്ക്, കുടുംബങ്ങൾക്ക് എല്ലാം വിതരണം ചെയ്ത് എല്ലാവരെയും സന്തോഷിപ്പിച്ച് ആ രാത്രിയെ ബഹുമാനിക്കുന്ന ഒരു പതിവുണ്ട്. നല്ലതു തന്നെ. പക്ഷേ അത് അന്നവർ അല്പേ ഉണ്ടാക്കുള്ളൂ, കുറച്ചുണ്ടാക്കാനേ അവർക്ക് വകുപ്പുള്ളൂ, കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നം അവർ അനുഭവിക്കുന്നില്ല. ഇന്നെന്താണ് അവസ്ഥ? ഈ ചക്കരച്ചോറ് നമ്മളെ വീട്ടില് കണ്ടമാനം ധാരാളം ഉണ്ടാക്കും, ഒരുപാട് അങ്ങ് ഉണ്ടാക്കും. എന്നിട്ട് ഇത് തീരണ്ടേ? അങ്ങനെ എല്ലാരും കൂടി തീറ്റ തുടങ്ങും. അത് ഉച്ചയാകുമ്പോഴേക്ക് സാധനം റെഡിയാകും. നോമ്പില്ലാത്ത കുട്ടികളും വലിയവരൊക്കെ വൈകുന്നേരം നല്ല കട്ടൻ ചായക്ക് അത് അടിക്കലൊടുങ്ങും. എന്നിട്ടോ മഗ്‌രിബിന് ശേഷം 3 യാസീൻ ഓതാനുണ്ട്. അതൊന്നും ഈ ഇത് തിന്നണ നേരത്തെ ഓർമ്മ ഉണ്ടാവില്ല. എന്നിട്ട് മഗ്‌രിബിന് ശേഷം 3 യാസീൻ ഓതായിരിക്കുമ്പോ കിടന്ന് അങ്ങനെ ഓർക്കണം.
എന്താ അത്യാവശ്യം മധുരം കയറ്റിയിട്ടുണ്ട്. മധുരം കയറ്റിയിട്ട് പിന്നെ ഈ 3 യാസീൻ ഓതാനുള്ള മൈലേജ് കിട്ടുന്നില്ല. 3 യാസീന് ശരിക്കും ഓതാണെങ്കിൽ എന്തായാലും 20 മിനിറ്റ് വേണമല്ലോ. ഈ 20 മിനിറ്റ് 30 മിനിറ്റ് തുടർച്ചയായി നമുക്ക് ഖുർആൻ ഓതാനുള്ള എല്ലാ ഉന്മേഷവും നമ്മളെ ചക്കരച്ചോറുകൊണ്ട് ബാത്തിലായി. നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന ഒരു വലിയ ഒരു അബദ്ധമാണിത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ലൈലത്തുൽ ഖദർ. ഈ റമദാനിന്റെ 27ാമത്തെ രാവിലും ഇതുപോലെ പലഹാരം ഉണ്ടാക്കും. നെയ്യപ്പം, കലത്തപ്പം, ഇതൊക്കെ നമ്മുടെ നാട്ടിലാണ് പറയണത്. വടകരയും അതുപോലെ തന്നെ തൃശ്ശൂരും മറ്റു പലയിടത്തും പലതായിരിക്കും ഉണ്ടാക്കാം. ഏതായിരുന്നാലും പലവിധ പലഹാരങ്ങൾ അന്ന് ഉണ്ടാക്കും. അപ്പൊ ഈ 27ാം രാവിന്റെ അന്ന് നോമ്പ് തുറക്കുമ്പോൾ ധാരാളം പലഹാരങ്ങൾ മുമ്പിലുണ്ടാവും. ഇതെല്ലാം കൂടെ തിന്ന് മനുഷ്യന്മാർ. എന്നിട്ട് അന്ന് പിന്നെ തറാവീഹ് നിസ്കരിക്കാനും കഴിയൂല, ഇശാ ജമാഅത്തിന്റെ പള്ളിക്കൊട്ട് എത്തൂല. ആ എണ്ണക്കടിയും ഇതെല്ലാം കൂടെ തിന്നിട്ട് പിന്നെ അന്നത്തെ ഇബാദത്ത് മൊത്തം കുളമായി പെട്ടെന്ന് അങ്ങ് ഉറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ, ഒരു വലിയ ഒരു അപകടം ഈ മധുരമുണ്ടാക്കുന്നത് കൊണ്ട് സംഭവിക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ രാത്രി അള്ളാഹുവിന്റെ മലായികത്ത് 1-ാം ആകാശത്തേക്ക് ഇറങ്ങിയിട്ട് ഇന്നാരാണ് ചക്കരച്ചോറ് വെച്ചത്, ഇന്നാരാണ് കലത്തപ്പുണ്ടാക്കിയത്, ഇന്നാരാണ് പിന്നെ മധുരമുണ്ടാക്കിയത് എന്ന് അള്ളാന്റെ മലക്കുകൾ ചോദിക്കുന്നതായിട്ട് ഹദീസിൽ കാണുന്നില്ല. ഹദീസിലുള്ളത് അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് പൊറുക്കലിനെ തേടുന്നവരുണ്ടോ, റിസ്ഖിനെ തേടുന്നവരുണ്ടോ, അള്ളാഹുവിനോട് തന്റെ സങ്കടങ്ങളെ കുറിച്ച് പറയാൻ തയ്യാറുള്ളവരുണ്ടോ? ഇതാണ് അള്ളാഹുവിന്റെ മലായികത്ത് ചോദിക്കുന്നത്. ഇതിന് തടസ്സമാകുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ ഈ പലഹാര പരിപാടി ഉണ്ടാവാൻ പാടില്ല. ഉണ്ടാക്കണം വളരെ അല്പം, കുറച്ച്, നമ്മുടെ ഇബാദത്തുകൾക്ക് തടസ്സമാവാത്ത വിധത്തിൽ മാത്രം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആ ഒരു രീതിയിൽ മാത്രമേ അത് കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇന്നത്തെ രാത്രി നമ്മൾ 3 യാസീൻ ഓതും. എപ്പോഴാ ഓതേണ്ടത്? എല്ലാവർക്കും അറിയാം എപ്പോഴാ ഓതേണ്ടത് എന്നുള്ളത്. എന്നാലും എല്ലാ വർഷം തോറും നടന്നു വരാറുള്ള ചോദ്യം എന്ന നിലയ്ക്ക് ഇന്നും കുറെ ആൾക്കാർ ചോദിക്കും, ഉസ്താദേ അസറിന്റെ ശേഷമാണോ 3 യാസീൻ ഓതേണ്ടത്, അതല്ല മഗ്രിബിന്റെ ശേഷം 3 യാസീൻ ഓതേണ്ടത്? സംശയം ചോദിക്കും ചില ആൾക്കാർ. ഇത് എല്ലാ കൊല്ലം ചോദ്യം വരുന്നതാ. ഏതുപോലെ ഈ ഫിത്ർ സക്കാത്തിന്റെ അരി മാറിയാണ്. ഫിത്ർ സക്കാത്തിന്റെ അരി എല്ലാ കൊല്ലം കൊടുക്കേണ്ടത് ഒരാളല്ല. എന്നാലും എല്ലാ ചെറിയ പെരുന്നാളായാലും ആളുകൾക്ക് സംശയം, അല്ല ഉസ്താദേ ആ ഫിത്ർ സക്കാത്തിന്റെ അരി ഇപ്പൊ എത്രയായിരുന്നു, എത്രയാണ് ഇപ്പൊ അളവ്, എത്ര അതിന്റെ കിലോ എത്രയായിരുന്നു, അതിന്റെ അളവ് എത്രയായിരുന്നു, 4 മുദ്ദ 3 മുദ്ദ, 4 മുദ്ദാണ് എത്ര ഇക്കാരം? ഈ ഒരു ചോദ്യം എല്ലാ കൊല്ലം ചോദിക്കും. എന്ന് പറഞ്ഞതുപോലെ ഇന്നും ആൾക്കാർക്ക് സംശയം ഉണ്ടാവും, അസറിന്റെ ശേഷമാണോ ഓതേണ്ടത്, അതെല്ലാം മഗ്രിബിന്റെ ശേഷം ഓതേണ്ടത്? അതൊക്കെ സാധാരണ നമുക്കറിയാം. ഈ പറയുന്ന യാസീൻ അത് ബറാഅത്ത് രാവിലാണ് ഓതുന്നത്. ഈ രാവ് മഗ്രിബ് മുതൽക്കാണ് ആരംഭിക്കുക. മഗ്രിബ് ഇശാ മഗ്രിബിന്റെ ഇടയിലാണ് യാസീൻ ഓതുന്നത്. ഈ യാസീൻ എന്തിനൊക്കെയാണ് മഹാന്മാരെ പഠിപ്പിച്ചു? അന്ന മിമ്മാ യംബഗി ഫിഅലഹു ലൈലത്തുൽ നിസ്ഫി മിൻ ശഅബാൻ. ശഅബാനിന്റെ രാത്രി നിർബന്ധമായും നമ്മൾ എല്ലാവരും ചെയ്തിരിക്കേണ്ട ഒരു പ്രവർത്തനമാണ് അയ്യഖറഅൽ ഇൻസാനു ബൈന സ്വലാത്തിൽ മഗ്രിബി വൽ ഇശാഇ സൂറത്ത് യാസീൻ ബിതമാമിഹാ. ഇശാ മഗ്രിബിന്റെ ഇടയിൽ പൂർണ്ണമായ 3 യാസീൻ ഓരോ മനുഷ്യരും ഓതണം, പൂർണ്ണമായും ഓതണം. എന്താണ് അതിന്റെ ഷർത്ത്? സലാസ മർറാത്ത് 3 വട്ടം ഓതണം. മുതവാലിയാത്ത് തുടർച്ചയായി ഓതണം. ഒന്നിപ്പോ പിന്നെ ഇശാ സ്കരിച്ചിട്ട് മറ്റൊന്ന്, പിന്നെ തഹജ്ജുദിന് മറ്റൊന്ന്, അങ്ങനെയല്ല. ഇശാ മഗ്രിബിന് ഇടയിൽ തുടർച്ചയായിട്ട് ഓതണം. മിൻ ഗൈരി കലാമിൻ അജ്നബിയ്യിൻ ഫീ അസ്നാഇ ദാലിക. ആ 3 യാസീനിന്റെ ഇടയിൽ മറ്റുള്ള ഒരു സംസാരവും പാടില്ല. മറ്റുള്ള ഒരു സംസാരവും പാടില്ല. യാസീൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ 3 യാസീൻ കഴിയാതെ മറ്റുള്ള ഒരു സംസാരവും, അജ്നബിയായ ബന്ധമില്ലാത്ത ഒരു സംസാരവും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഡിമാൻഡ് ഒന്നതാണ്, മഗ്രിബ് തുടങ്ങിയിട്ട് ഇശാന്റെ മുമ്പ് കഴിയണം. അതിന്റെ ഇടയിൽ മറ്റുള്ള സംസാരങ്ങൾ പാടില്ല. അതിനെന്ത് വേണമെന്നറിയാം? മഗ്രിബ് കൊടുക്കുന്നതിന്റെ മുമ്പ് എന്നെ ഒതു എടുത്ത് ഒരുങ്ങേണ്ടി വരും.
മറ്റേത് മഗ്രിബ് ബാങ്ക് കൊടുത്തതിന് ശേഷം നമ്മൾ ഒതു എടുത്ത് നിസ്കരിച്ച് ആയി വരുമ്പോത്തിന് ഇശാ ബാങ്ക് കൊടുക്കാൻ നമ്മളെ യാസീൻ കഴിയാൻ വേണ്ടിയിട്ട് മൊല്ലാഹ കാത്തിക്കൂല. ആ നാട്ടിലത്തെ ആൾക്കാരൊന്നും യാസീൻ ഓതി കഴിഞ്ഞിട്ടുണ്ടാവില്ല, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇശാ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ബാങ്ക് കൊടുക്കാം. അങ്ങനെ മൊല്ലാക്കാർ വിചാരിക്കില്ല, അതാ സമയമായി അവർക്ക് ബാങ്ക് കൊടുക്കേണ്ടി. അതുകൊണ്ട് തന്നെ മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് തന്നെ വുദൂ ചെയ്ത് ഒരു 100 സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന തസ്ബീഹ് ഇങ്ങനെ ചൊല്ലിയിട്ട് മഗ്രിബ് ബാങ്കിനെ വരവേറ്റ് മഗ്രിബ് ബാങ്ക് കൊടുത്ത ഉടനെ മഗ്രിബിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് മഗ്രിബ് നിസ്കരിച്ച് മഗ്രിബിന് ശേഷമുള്ള ദിക്റുകൾ ചൊല്ലി മഗ്രിബിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് മറ്റുള്ള സംസാരങ്ങളൊന്നും വേണ്ട. ഒരു സംസാരവുമില്ലാതെ നേരെ വിശുദ്ധമായ ഖുർആൻ എടുക്കുക, സൂറത്ത് യാസീൻ ആരംഭിക്കുക. ഈ 3 യാസീൻ നമ്മൾ ഓതണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആ 3 യാസീൻ എന്തിനൊക്കെയാണ് മഹാന്മാര് പഠിപ്പിച്ചു? അൽ അവ്വലു ബിനിയത്തിൽ ബറകത്തി ഫിൽ ഉംർ, ആയുസ്സിൽ ബറക്കത്തുണ്ടാവണമെന്ന ലക്ഷ്യത്തോടെയാണ് ഒന്നാമത്തെ യാസീൻ ഓതേണ്ടത്. ആയുസ്സിൽ ബർക്കത്തുണ്ടാകണം, അതിനു വേണ്ടിയാണ് ഒന്നാമത്തെ യാസീൻ. രണ്ടാമത്തേതോ നമുക്കും ലഹു വലിമൻ യുഹിബ്ബു, നമുക്കും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ആയുസ്സിൽ ബർക്കത്തുണ്ടാവാൻ വേണ്ടി ഒരു യാസീൻ. രണ്ടാമത്തേത് വസാനിയതു ബിനിയത്തി തൗസിഅതി ഫിർ റിസ്ഖി മഅൽ ബറകാ, ബറക്കത്തോടുകൂടെ റിസ്ഖിൽ വിശാലതയുണ്ടാകും എന്ന നിയ്യത്തോടുകൂടെയാണ് രണ്ടാമത്തെ യാസീൻ ഓതേണ്ടത്. ബറക്കത്തോടുകൂടെ റിസ്ഖിൽ വിശാലതയുണ്ടാകണം, അല്ലാഹുവിന്റെ റിസ്ഖ് വിശാലമാകണം. അതിനു വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ യാസീൻ ഓതേണ്ടത്. വസാലിസത്തു മൂന്നാമത്തെ യാസീനോ ബിനിയത്തി അൻ യക്തുബഹു ഇൻദഹു മിനസ് സുഅദാഇ, അല്ലാഹുവിന്റെ അടുക്കൽ വിജയിക്കുന്ന ദോഷങ്ങളെല്ലാം പൊറുക്കപ്പെട്ട് ആഖിബത്ത് നന്നായി മരിക്കുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ യാസീൻ. ഒന്നാമത്തെ യാസീൻ ആയുസ്സിൽ ബറക്കത്തുണ്ടാവാൻ, രണ്ടാമത്തെ യാസീൻ നമ്മുടെ റിസ്ഖിൽ വിശാലതയുണ്ടാകാൻ, മൂന്നാമത്തെ യാസീൻ നമ്മുടെ ദോഷങ്ങൾ മുഴുവനും പൊറുക്കപ്പെട്ട് ആഖിബത്ത് നന്നായി മരിച്ച് ആഖിറം രക്ഷപ്പെട്ട് കിട്ടാൻ ഈ ലക്ഷ്യത്തോടു കൂടെയാണ് 3 യാസീൻ ഓതേണ്ടതെന്ന് മഹാന്മാര് പഠിപ്പിച്ചു. ഇവിടെ മനസ്സിലാക്കേണ്ടത് റിസ്ഖിൽ വിശാലതയുണ്ടാവുക, ആയുസ്സിൽ ബറക്കത്തുണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഉണ്ടാവലല്ല, പിന്നെയോ ആവശ്യത്തിനുണ്ടാവലാണ്. ഉള്ളത് കൊണ്ട് ധാരാളം ആവശ്യം നടക്കലാണ്. ധാരാളം ആയുസ്സുണ്ടായ പ്രയാസം തന്നെയാണ്. ആയുസ്സിൽ ബർക്കത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു 150-200 കൊല്ലം വരെ അങ്ങ് ജീവിച്ചോട്ടെ എന്നല്ല. കാരണം അല്ലാഹു തആല തന്നെ ഖുർആനിൽ പറഞ്ഞത് വമൻ നുഅമ്മിർഹു നുനക്കിസ്ഹു ഫിൽ ഖൽഖി അഫലാ യഅഖിലൂൻ. വമൻ നുഅമ്മിർഹു, ആർക്കെങ്കിലും നമ്മൾ ആയുസ് നീട്ടിക്കൊടുത്താൽ, മനുഷ്യന്മാർക്ക് നമ്മൾ ആയുസ് കൂട്ടിയാൽ, നുനക്കിസ്ഹു ഫിൽ ഖൽഖ്, മനുഷ്യന്മാരുടെ ഇടയിൽ അയാളെ നമ്മൾ ഇങ്ങ് വളർത്തും. ഇങ്ങനെയാവും മനുഷ്യന്മാര് ആയുസ് കൂടിയാൽ. അല്ലെ 100-110 വയസ്സായി കഴിഞ്ഞാൽ മനുഷ്യന്മാര് വളഞ്ഞു പോകും, നടുവളഞ്ഞു പോകും. പിന്നെ ഒരാളെ കാണണമെങ്കിൽ തല മാത്രം ഇങ്ങനെ പൊക്കി നോക്കേണ്ടി വരും. ഇതൊരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഈ സൈക്ലിംഗ്, അതിന്റെ രീതി അല്ലാഹു തആല അങ്ങനെയാണ് സംവിധാനിച്ചിട്ടുള്ളത്. ജനിക്കുമ്പോൾ ചെറിയ കുഞ്ഞായി, പിന്നെ ഒരു കൗമാരക്കാരനായി, യുവാവായി, മധ്യവയസ്കനായി, അതുപോലെ തന്നെ വയസ്സായ ആളാകുമ്പോഴേക്ക്, ഒരു പടുവൃദ്ധനാകുമ്പോഴേക്ക് ആണായാലും പെണ്ണായാലും മനുഷ്യന്മാരെ വളക്കുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വളക്കുന്ന നടുനിവരാത്ത ഒരു കാലത്ത് എന്തിനു ജീവിക്കണം? അത് വലിയ സുഖമുള്ള ജീവിതമാവില്ല. പിന്നെയോ രോഗശയ്യയിൽ കിടന്ന് പിച്ചുമ്പേയും പറയുന്ന, ചന്നി പറയുന്ന, മറ്റുള്ളവരൊക്കെ നമ്മെ കൊണ്ട് വിഷമിക്കുന്ന ഒരു അവസ്ഥാവിശേഷം. അങ്ങനെ ഒരു ആയുസ് നമുക്ക് ആവശ്യമില്ലല്ലോ. 10-20 കൊല്ലക്കാലം നമ്മൾ മൂത്രമൊഴിക്കുന്നതും നമ്മൾ കാഷ്ടിക്കുന്നതും മറ്റുള്ളവരുടെ കൈകൊണ്ട് വൃത്തിയാക്കുന്ന വിധത്തിൽ നമ്മൾ ഇങ്ങനെ വാട്ടർ ബെഡിലോ എയർ ബെഡിലോ കിടന്ന് ജീവിതം തള്ളി നീക്കുന്ന ഒരു ദീർഘായുസ് നമുക്ക് ആവശ്യമില്ല.
ആയുസ്സിൽ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ദീർഘകാലം, അങ്ങനെ ദീർഘകാലം ഇവിടെ ജീവിക്കുക എന്നല്ല, അതൊരു തെറ്റിദ്ധാരണയാണ്. പിന്നെയോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൈറുൻ നാസി മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. മനുഷ്യന്മാരിൽ വെച്ച് ഏറ്റവും ഭാഗ്യമുള്ള മനുഷ്യർ, ഏറ്റവും നല്ല മനുഷ്യരാണെന്ന് ആരാണെന്ന് അറിയുമോ? മൻ ത്വാല ഉംറുഹു, ധാരാളം കാലം ജീവിക്കാൻ ആയുസ്, ദീർഘകാലം ആയുസ് കിട്ടിയ മനുഷ്യന്മാരാണ്. ദീർഘായുസ് കിട്ടിയാൽ മാത്രം പോരാ, വഹസുന അമലുഹു, അവന്റെ അമല് നന്നാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴേ കാര്യമുള്ളൂ. ജീവിക്കുന്ന കാലം മുഴുവനും ജീവിക്കുമ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്ത് നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിക്കാൻ അവസരം ലഭിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ ഭാഗ്യവാനാകുന്നത്. ആയുസ്സിൽ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഈ ഹസുന അമലുഹു ആണ്. നമ്മളുടെ പ്രവർത്തനങ്ങൾ നന്നാവുക, ജീവിക്കുന്ന കാലത്തോളം നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിക്കാൻ സാധിക്കുക, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുക. ഇതാണ് ആയുസ്സിൽ ബർക്കത്തുണ്ട് എന്ന് പറഞ്ഞാൽ. ചില മനുഷ്യന്മാർ കുറച്ചേ ജീവിക്കുള്ളൂ, പക്ഷെ ആ ഉള്ള കാലം അവർ എത്രയോ നന്മകൾ ചെയ്യുന്നതായി കാണാം. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദ്, അല്ലാഹു തആല അവിടുത്തെ ആഫിയത്ത് നൽകട്ടെ, നമ്മുടെ ശൈഖുന മഞ്ഞപ്പറ്റ ഉസ്താദ്, നമ്മുടെ മശായിഖുമാരുടെ ആയുസ്സിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നമ്മുടെ ഉസ്താദക്ക് 60-65 വയസ്സേ ഉള്ളൂ, പക്ഷേ ആയിരക്കണക്കിന് ശിഷ്യന്മാരെ വാർത്തെടുത്തു. അള്ളാഹുവിന്റെ ദീനിന്റെ കാവലഭടന്മാരായ ഒരുപാട് ശിഷ്യന്മാർ ഉസ്താദിനുണ്ടായി. മാത്രമല്ല 10-100ഓളം വരുന്ന മക്കൾ പഠിക്കുന്ന വലിയൊരു സ്ഥാപനം ഉസ്താദ് പടുത്തുയർത്തി. ഇങ്ങനെ ധാരാളം സൽക്കർമ്മങ്ങൾ. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയെ നോക്കുമ്പോൾ കേരളത്തിനകത്തും പുറത്തും ആയിരക്കണക്കിന് പള്ളികളും മദ്രസകളും ഉസ്താദിന്റെ ഒരൊറ്റ ഹിമ്മത്തിനാൽ, അവിടുത്തെ ഒരു വലിയ ഒരു മനക്കരുത്ത് കൊണ്ട് പണിതുയർത്തിയിട്ടുണ്ടെങ്കിൽ ലക്ഷക്കണക്കായ മനുഷ്യർ ഇന്ന് സുന്നത്ത് ജമാഅത്തിന്റെ തനതായ ആദർശവും അതിന്റെ മാധുര്യവും നുകരുന്നതിന്റെ ഏറ്റവും വലിയ കാരണക്കാരായി ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ മാറിയെങ്കിൽ ആ ആയുസ്സിന് എന്തൊരു ബർക്കത്താണ്, ആയുസ് എന്തൊരു ബർക്കത്തുള്ള ആയുസ്സാണ്. അങ്ങനെ ഒരു ബർക്കത്തുള്ള ആയുസ്സായി നമ്മുടെ ആയുസ് മാറണം. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സൂറത്ത് യാസീൻ ഓതുന്നത്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. റിസ്ഖിൽ വിശാലത ഉണ്ടാവുക എന്ന് പറഞ്ഞാലും എന്താണ്, കുറെ ഉണ്ടായിട്ട് എന്താണ് കാര്യം? ഇപ്പൊ കോഴിക്കോട്ട് അങ്ങാടി മുഴുവനും എന്റെ ഉടമസ്ഥതയിലാണെന്ന് വിചാരിക്കുക. അതുകൊണ്ട് എനിക്ക് നിങ്ങളെല്ലാവരും 3 നേരം ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ വലിയ പണക്കാരനാണ്, അതുകൊണ്ട് 30 നേരം ഭക്ഷണം കഴിക്കട്ടെ എന്ന് വിചാരിച്ചാൽ 4 നേരം 5 നേരം ഭക്ഷണം കഴിക്കട്ടെ എന്ന് വിചാരിച്ചാൽ നടക്കോ? ഇല്ല. എല്ലാവർക്കും ഒരു പ്ലേറ്റ് മാക്സിമം ഭക്ഷണം പോകും. അത് പൈസക്കാരനായാലും സാധുവായാലും 1 നേരം 3 നേരം നേരാവണ്ണം തിന്നാൻ കഴിയണം. ജീവിക്കുന്നത് കാര്യമായിട്ട് തിന്നാനാണല്ലോ. ഭൗതികമായ ലോകത്ത് പ്രധാനപ്പെട്ട ഒരു സന്തോഷം അതാണല്ലോ. മറ്റൊന്നെന്താണ്, നല്ല സെറ്റപ്പ് ഉള്ള നിലക്ക് ഇങ്ങനെ കിടക്കണം അല്ലെ, നല്ലോണം തിന്നണം, പിന്നെ കിടന്നുറങ്ങണം. ആ കിടക്കുമ്പോൾ അത്യാവശ്യം സന്തോഷത്തിൽ കിടക്കണം. എന്നാൽ നിങ്ങളെല്ലാവരും 6 അടി ബെഡിൽ, 6 അടിയുള്ള കട്ടിൽമേൽ നിങ്ങളൊക്കെ കിടക്കുമ്പോ പൈസക്കാരനായ ഞാൻ വിചാരിക്കുകയാണ്, എന്നാ പിന്നെ 60 അടിയുള്ള കട്ടുമ്പോ ഞാൻ കിടക്കും. അങ്ങനെ എനിക്കൊരു 60 അടിയുള്ള കട്ടുമ്പോൾ നീണ്ടു കിടക്കാൻ പറ്റുമോ? പറ്റൂല. എത്ര കാശുണ്ടായാലും എത്ര സമ്പത്ത് ഉണ്ടായാലും എല്ലാവരും കിടക്കാനുള്ള സ്പേസ് സെയിമാണ്. എല്ലാവരും കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് തുല്യമാണ്. അപ്പോ ഒരുപാട് കാശുണ്ടായത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മറിച്ച് നമുക്ക് അല്ലാഹു തആല തരുന്ന റിസ്ഖിൽ നമുക്ക് ബർക്കത്തുണ്ടാകണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉള്ളത് കൊണ്ട് ധാരാളം ഖൈർ നടക്കണം. ബർക്കത്തിന്റെ അർത്ഥം തന്നെ ഖൈറുൻ കസീർ എന്നാണ്. ഖൈറുൻ കസീർ ധാരാളം നന്മകൾ നമുക്ക് ലഭിച്ചതുകൊണ്ട് ധാരാളം നന്മകൾ നടക്കുന്നുണ്ടോ, വലിയ ബർക്കത്താണ്. ഒരു ചെറിയ വീടാണെന്ന് കൂട്ടി നിങ്ങൾ, ആ ചെറിയ വീടാണെങ്കിലും പരസ്പരം നല്ല സ്നേഹത്തോടെ സന്തോഷത്തോടെ ഉള്ളത് വലിയ സമാധാനത്തോടെ നമുക്ക് കഴിക്കാൻ കഴിയുന്നുണ്ട്. നമുക്ക് പരസ്പരം സ്നേഹത്തോടെ കഴിയാൻ കഴിയുന്നുണ്ട്. ചെറിയ വീടാണെങ്കിലും ഓടിട്ട വീടാണെങ്കിലും സുന്ദരമായി നമുക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ട്. ആരെയും വഴക്കാതെ ടെൻഷൻ എടുക്കാതെ നമുക്ക് കിടക്കാൻ കഴിയുന്നുണ്ടോ? അവരാണ് ശരിക്കും യഥാർത്ഥത്തിൽ വലിയ ഭാഗ്യവാന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൈസൽ ഗിനാ അൻ കസ്റത്തിൽ മാൽ,
ഐശ്വര്യം എന്ന് പറയുന്നത്, വിശാലത എന്ന് പറയുന്നത് അതെങ്ങനെയല്ല, ഒരുപാട് സമ്പത്തുണ്ടാവലല്ല. മുത്തനബി തങ്ങൾ പറഞ്ഞു, ഇന്നമൽ ഗിനാ ഗിനൻ നഫ്സ്. ശരിക്കും ഐശ്വര്യം എന്ന് പറയുന്നത്, ശരിക്കും വിശാലത എന്ന് പറയുന്നത്, ശരിക്കും പൈസക്കാരനാവുക, പണക്കാരനാവുക എന്ന് പറയുന്നത് അത് ഗിനൻ നഫ്സ്, മനസ്സിന്റെ സംതൃപ്തിയും ഐശ്വര്യവുമാണ്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ സമ്പന്നനാണ് എന്നതിന്റെ അടയാളം. ഒരു മനുഷ്യൻ സമ്പന്നനാകുന്നത് ധാരാളം സമ്പത്തുണ്ടാവൽ കൊണ്ടല്ല, മറിച്ച് ഉള്ളത് കൊണ്ട് അവൻ സംതൃപ്തനാണോ അവൻ സമ്പന്നനാണ്. ധാരാളം ഉണ്ട്, പക്ഷേ ഉള്ളതിനെ കുറിച്ച് എന്താകും എന്നതിനെ കുറിച്ചുള്ള ബേജാറും ഇനിയും കുറെ ഉണ്ടാക്കണം എന്നുള്ള ബേജാറും ടെൻഷനും ആണെങ്കിൽ അയാൾക്ക് നേരാവണ്ണം ഉറപ്പുണ്ടാവൂല, നേരാവണ്ണം ജീവിക്കാൻ ഒരു സമാധാനം ഉണ്ടാവൂല. അയാളുടെ ബേജാറൊട്ട് മരിക്കുവോളം തീരൂല. ഇയാൾ ശരിക്കും ഫക്കീറാണ്, ആരല്ല, സമ്പന്നനല്ല. സമ്പന്നൻ ആരാണ്? ആരാണ് സമ്പന്നൻ? ഹബീബായ തങ്ങൾ പറഞ്ഞത്, ഇന്നമൽ ഗിനാ ഗിനൻ നഫ്സ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന, ഉള്ളത് കൊണ്ട് സംതൃപ്തനാകുന്ന, ഉള്ളത് കൊണ്ട് വളരെ സമാധാനത്തോടെ കഴിയുന്ന നല്ല മനസ്സുണ്ടോ അവനാണ് സമ്പന്നൻ, അവൻ മാത്രമാണ് സമ്പന്നൻ എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് റിസ്ഖിൽ ബറക്കത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ മറ്റേതെന്താ വെച്ചാൽ, ചില ആളുകൾ പറയും, നമ്മളെ ഉസ്താദുമാരൊക്കെ 3 യാസീനല്ല, ഓലൊക്കെ ചിലപ്പോ പലയിടത്തുനിന്നായിട്ട് ഒരു 10-30 യാസീന് വറാത്തിന്റെ നോതുണ്ടാവും. ഉസ്താദന്മാര് പലയിടത്തും വായിക്കാൻ വേണ്ടി പോകുമ്പോൾ ചില വീട്ടിൽ നിന്ന് പറയും ഉസ്താദ് യാസീൻ. അങ്ങനെ ആ ഒരു ദിവസം ധാരാളം യാസീൻ അതിനുണ്ടാവും. എന്നാലും ആ ഉസ്താദിന് ഈ മാസത്തെ ശമ്പളം, പിന്നെ ഈ വർഷത്തെ വറാത്തിന്റെ ശമ്പളം 7000, അടുത്ത വർഷത്തെ വറാത്തായിട്ടും ആ ഉസ്താദിന്റെ ശമ്പളം 7000 തന്നെയാക്കാൻ. പിന്നെ ഇപ്പൊ ഇയാൾക്കൂടെ വർക്കത്ത്, ഇയാളെ ശമ്പളം കൂടിയിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ കളിയാക്കും. അത് വെറുതെയാണ്, അത് വിവരമില്ലാത്തത് കൊണ്ട് ചെയ്യുകയാണ്. അത് ഐശ്വര്യത എന്ന് പറഞ്ഞാൽ കുറെ ശമ്പളം കൂടുതലല്ല, കുറെ പൈസ ഉണ്ടാവലല്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച എന്റെ ഒരു കൂട്ടുകാരൻ, അല്ലാഹു തആല അവരുടെ വീട് പണി നടക്കുന്നു, അല്ലാഹു റാഹത്തോടെ സന്തോഷത്തോടെ വീട് പണി പൂർത്തീകരിക്കാനുള്ള വഴികളും മാർഗങ്ങളും അല്ലാഹു തുറന്നു കൊടുക്കട്ടെ. അവൻ പറയാണ്, ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ മണ്ടിപ്പാഞ്ഞ് നടന്നാല് ഒരു മാസം എനിക്കൊരു 25,000 മുതൽ 30,000 രൂപ വരെ എനിക്ക് ശമ്പളം ഉണ്ട്, എനിക്ക് സമ്പാദിക്കാൻ കഴിയുന്നുണ്ട്. എന്നിട്ട് എന്നോട്, നിങ്ങളൊക്കെ എങ്ങനത്തൊക്കെ നടക്കണേ, ഒരു 10,000 റുപ്യക്ക് നിങ്ങളിത് എങ്ങനെ നടക്കണത്? കാരണം അവരെക്കാണ് സന്തോഷത്തിൽ, അവരെക്കാണ് സമാധാനത്തിൽ നമ്മൾ ജീവിക്കുന്നത് അവർ കാണുന്നുണ്ട്. പക്ഷെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എങ്ങനെയാണ് നടക്കുന്നത്. ഉള്ളത് കൊണ്ട് ധാരാളം ഖൈറാത്തുകൾ, ധാരാളം നന്മകൾ ഉള്ളത് കൊണ്ട് നടക്കുക എന്നുള്ളതാണ് ബറക്കത്തിന്റെ മാനദണ്ഡം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 5,000 ആയാലും 10,000 ആയാലും 15,000 ആയാലും അതുകൊണ്ട് 1,00,000 റുപ്യേന്റെ നന്മ നടക്കോ, സംഗതികൾ നടക്കുന്നുണ്ടോ, അതാണ് ബറക്കത്ത്. അതിനാണ് ബറക്കത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ആയുസ്സിൽ ബറക്കത്തുണ്ടാകാൻ എന്ന് പറഞ്ഞാൽ ജീവിക്കുന്ന കാലമത്രയും നമുക്ക് നന്മ ലഭിക്കാൻ, അതുപോലെ റിസ്കിൽ ബറക്കത്തുണ്ടാകാൻ, അതായത് ഉള്ളതിൽ നമുക്ക് സംതൃപ്തി ലഭിച്ച് അനാവശ്യമായ ചെലവുകൾ ഏതുമില്ലാതെ സമാധാനപൂർണമായി മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടാതെ സന്തോഷകരമായ ജീവിതം നമുക്ക് ലഭിക്കാൻ. ഇത് രണ്ടും പ്രധാനമായും ഭൗതികമായ ലോകത്തെ സന്തോഷവും സമാധാനവുമാണെങ്കിൽ, മൂന്നാമത്തെ സൂറത്ത് യാസീൻ ദോഷം പൊറുക്കാനും ചില ഉസ്താദുമാര് പറയും, ആഖിബത്ത് നന്നാവുമെന്ന് ചില ഉസ്താദുമാര് പറയും, സ്വർഗത്ത് കടക്കാനും നമ്മൾ ഉസ്താദുമാര് പറയും. മൂന്നും ഒന്നെന്നെ. മൂന്നാമത്തെ യാസീൻ പറയുമ്പോഴേ ചില ഉസ്താദുമാര് പറയും ദോഷം പൊറുക്കാനാണ്, ചില ഉസ്താദുമാര് പറയും ആഖിബത്ത് നന്നാവാനാണ്, മറ്റു ചില ഉസ്താദുമാര് പറയും അത് നമ്മൾ സ്വർഗത്ത് കടക്കാനാണ്. ഇത് മൂന്നും ഒന്നെന്നെയാണ്. ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെട്ടാൽ സലീമായ ഖൽബായി, സലീമായ ഖൽബോടുകൂടെ നമുക്ക് മരിക്കാനായാൽ ആഖിബത്ത് നന്നായി, ആഖിബത്ത് നന്നായി മരിച്ചാൽ നമ്മൾ സ്വർഗത്തിലെത്തി. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് സാധുക്കളായ ഞങ്ങൾക്ക് നീ അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദോഷങ്ങൾ പുറത്ത് ആഖിബത്ത് നന്നായി മരിച്ച് നരകം തൊടാതെ സ്വർഗത്തിൽ കടക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് മൂന്നാമത്തെ യാസീൻ. അത് ഇശാ മഗ്രിബിന് ഇടയിൽ ഓതി തീരണം. ഓതി തീരാൻ നമ്മൾ എന്തു വേണം? നേരത്തെ അതിന് വേണ്ടി ഒരുങ്ങുകയും മഗ്രിബ് ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിച്ച് സുന്നത്തുകളൊക്കെ നിസ്കരിച്ച് മുസ്ഹഫ് എടുത്ത് നല്ല വൃത്തിയിൽ സമാധാനത്തിൽ ഈ യാസീൻ ഒത്തുകൊണ്ട് എന്റെ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും, എന്റെ വിഷമങ്ങളൊക്കെ മാറും, ഖൈറായ
ലക്ഷ്യങ്ങളൊക്കെ പൂർത്തിയാകും എന്ന നിയ്യത്തോടുകൂടി ഒറ്റയ്ക്കിരുന്ന് നമ്മൾ ഇന്നത്തെ രാത്രി ഓതണം. നമ്മുടെ പിന്നെ ഈ സൂറത്ത് യാസീനിൽ നമ്മുടെ വീടുകളിലുള്ള മക്കളെ, കുടുംബങ്ങളെ, ഏത് പരീക്ഷണ മക്കളായിക്കോട്ടെ, ഏത് രീതിയിലുള്ള ആളുകളായിക്കോട്ടെ, എത്ര ജോലി തിരക്കുള്ളവരായിക്കോട്ടെ, ഇന്നത്തെ ദിവസം മൊത്തത്തിൽ നമ്മൾ ഓർഡർ ചെയ്യണം. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ എല്ലാവരും ഇവിടെ ഉണ്ടാകണം. പള്ളിയിൽ പോയി ആ മജ്‌ലിസുകളിലൊക്കെ പങ്കെടുക്കുന്നവരാണെങ്കിൽ ഒക്കെ അവരങ്ങോട്ട് പറഞ്ഞേക്കാം. അല്ലാതെ ഇന്നത്തെ രാത്രി ഇത്രയും മഹത്വമുള്ള ഈ രാവിലെ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. നമ്മുടെ മക്കളെ നഷ്ടപ്പെടുത്താൻ സമ്മതിക്കരുത്. നമ്മുടെ വീടുകളിൽ നിന്ന് ഇശാ മഗ്‌രിബിനിടയിൽ സൂറത്ത് യാസീൻ ഓത്ത് നടക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ രാത്രി നമ്മൾ അല്ലാഹുവിലേക്ക് കുറഞ്ഞ സമയമെങ്കിലും ഒറ്റയ്ക്കിരുന്ന് പടച്ചോനോട് സങ്കടങ്ങൾ പറയണം. ആണുങ്ങളാണെങ്കിൽ പാതിരാക്ക് ഒന്ന് എഴുന്നേറ്റ് നമ്മുടെയൊക്കെ പള്ളിപ്പറമ്പുകളിൽ നമ്മുടെ ഉറ്റവരും ഉടയവരുമായവർ നമ്മുടെ പ്രാർത്ഥനയും കാത്തിരിക്കുന്നുണ്ടെന്ന സത്യം മനസ്സിലാക്കി നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഖബറിന്റെ അരികിലേക്ക് ചെല്ലാൻ ഇന്നത്തെ രാത്രി മുത്തുനബി തങ്ങൾ സമയം കണ്ടെത്തിയതുപോലെ നമ്മളും സമയം കണ്ടെത്തണം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും ആ വിജനമായ പള്ളിപ്പറമ്പിൽ ആരാരും സംസാരിക്കാനോ ഒന്നുമില്ലാത്ത അവരവരുടെ ലോകവുമായി കഴിയുന്ന നഫ്സി നഫ്സി എന്ന വിലാപങ്ങൾ എപ്പോഴും മുഴങ്ങി കേൾക്കാറുള്ള ആ ഖബർസ്ഥാനിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും പോയി കിടക്കേണ്ടതാണ്. ഇത്തരം അല്ലാഹുവിന്റെ ചില ഓഫറുകൾ ലഭിക്കുന്ന രാവുകളിൽ നമ്മൾ നമ്മളുടെ പ്രിയപ്പെട്ടവരെ മറക്കാതിരുന്നാൽ നമ്മളും ആ ഖബറിൽ പോയി കിടക്കുന്ന ദിവസം നമ്മുടെ മക്കളും നമ്മളെ മറക്കൂല. നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ അവരും നാളെ നമ്മുടെ ഖബറിന്റെ അരികിലേക്ക് വരും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവസാനമായി ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത്, ഇന്നത്തെ രാത്രി അല്ലാഹുവിന്റെ ധാരാളം റഹ്മത്തുകൾ ലഭിക്കുന്ന രാത്രിയാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ആ റഹ്മത്തുകൾ ലഭിക്കാതെ പോകുന്ന മനുഷ്യന്മാരുണ്ട്. അല്ലാഹു തആല അവരിൽ നിന്ന് നമ്മെ കാക്കട്ടെ. ഒരുപാട് വിഭാഗം ആളുകളെ ഹബീബായ തങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായും ഒന്ന് ഖാതിഉ റഹീം, കുടുംബ ബന്ധം മുറിച്ചയാളെ അല്ലാഹു തആല ഈ രാത്രി പരിഗണിക്കൂല. അയാളെ സൂറത്ത് യാസീനും അയാളുടെ പ്രാർത്ഥനകളൊന്നും അല്ലാഹു ഖബൂൽ ചെയ്യൂല. കാരണം കുടുംബ ബന്ധത്തിന്റെ പ്രത്യേകത മുത്തുനബി തങ്ങൾ പറഞ്ഞു, മൻ വസലനി വസലഹുല്ലാഹ് വമൻ ഖതഅനി ഖതഅഹുല്ലാഹ്. കുടുംബ ബന്ധം ആര് ചേർത്തോ അവരെ അല്ലാഹു ചേർത്ത് പിടിക്കും. കുടുംബ ബന്ധം ആര് മുറിച്ചോ അവരോടുള്ള ബന്ധം അല്ലാഹു മുറിച്ചു കളയും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ എത്ര ആളുകളോട് നമ്മൾ തെറ്റി നിൽക്കുന്നുണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കും. എത്ര ആളുകളോട് നമ്മൾ നല്ല നിലയ്ക്ക് ജീവിക്കുന്നുണ്ട്, ആരോടൊക്കെ നമ്മൾ തെറ്റി നിന്നിട്ടുണ്ട്. ചില്ലറ പ്രശ്നങ്ങളുടെ പേരിൽ നമ്മൾ നമ്മളുടെ കുടുംബ ബന്ധം വിച്ഛേദിച്ച് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പരിപാടി നടത്താക്കിയാൽ കിടന്നുറങ്ങിക്കൊള്ളി, ഒരു പണിയെടുക്കണ്ട. കാരണം കാര്യമില്ല, അല്ലാഹു തആല സ്വീകരിക്കണോ? കുടുംബ ബന്ധം മുറിച്ചവരുണ്ടോ, തെറ്റി നിൽക്കുന്നവരുണ്ടോ, നന്നാവണം. എന്നിട്ട് ഒരുങ്ങിയാൽ മതി. എന്താ പ്രശ്നം? ഒരു മുടിയാഴ്ചയിൽ കഴിഞ്ഞ് അന്ന് നമ്മളെ വരേക്ക് ഇറച്ചിപ്പൊതി കൊണ്ടുവന്നില്ല. ഇനി നമ്മൾ അവനോട് മുണ്ടൂല, ഓരോട് നമുക്ക് ബന്ധമില്ല. ഒരു 250 റുപ്യാണ് ഒരു പൊതി ഇറച്ചിക്കാവുക. അതിനു വേണ്ടി നമ്മൾ കുടുംബബന്ധം മുറിച്ചു. ഏതോ കുട്ടികളുടെ പെണ്ണാങ്ങലിന് കൊടുന്ന മിഠായി അത് ഓഹരി വെച്ചപ്പോ നമ്മളെ വീട്ടിക്ക് കൊണ്ടുവന്നില്ല. ഓൽക്ക് കൊടുത്തപ്പോ നമ്മളോട് എത്തില്ല. എത്ര മുട്ടായിന്റെ വില? ഒരു 30 റുപ്യ 40 റുപ്യന്റെ മുട്ടായിയാണ് ആകെ വിതരണം ചെയ്യാണ്ടാവും. അതും കൊണ്ടെത്താത്തിന്റെ പേരിൽ നമ്മൾ തെറ്റി. കുട്ടികൾ തമ്മിൽ വീട്ടിൽ എന്തോ അടിപിടി കേസ് ഉണ്ടായി. അപ്പൊ നമ്മളെ ഭാഗത്ത് നമ്മളെ മക്കളെ ഭാഗത്ത് നമ്മളും നിന്നു, ആ മറ്റേ കുട്ടിന്റെ ഭാഗത്ത് ഓലമ്മി നിന്നു. എന്നിട്ട് ഈ ഉമ്മി ആ അമ്മയും കൂടി പ്രശ്നമായി. അതോടുകൂടി നമ്മൾ തെറ്റി. കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് വകതിരിവുണ്ട്. അവരെന്തിന്റെ എല്ലാം പേരിൽ തമ്മിൽ തല്ലും, എന്തിന്റെ എല്ലാം പേരിൽ അവർ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് കുട്ടികളാണെന്ന് മനസ്സിലാക്കി നമ്മൾ അവരെ വിടണ്ടേ? അത് കുട്ടികൾ തമ്മിലുള്ള പ്രശ്നം കുട്ടികളിൽ അവസാനിക്കണ്ടേ? അതിന്റെ പേരിൽ നമ്മൾ എന്തിനു കുടുംബബന്ധം മുറിക്കണം? അത് നമ്മുടെ മക്കളുടെ തെറ്റുകൾ നമ്മൾ തിരുത്തുക എന്നതിനപ്പുറം മക്കളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ നമ്മുടെ കുടുംബ ബന്ധത്തെ എന്തിനു മുറിക്കണം? ഏതെങ്കിലും മക്കള് പൈപ്പ് തിരിച്ചതിന്റെ പേരിലോ വെള്ളം കളഞ്ഞതിന്റെ പേരിലോ എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിന്റെ പേരിൽ നമ്മൾ കുടുംബ ബന്ധം നിസ്സാര വിഷയങ്ങളുടെ പേരിൽ ഏതോ ഒരു കല്യാണത്തിന് പോയപ്പോ അവരുടെ വണ്ടിയിൽ ഇവരെ കേട്ടിയില്ല.
ഇങ്ങനെ നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ കുടുംബബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ ഇല്ല, അവരാരും ഈ ബറാഅത്തിന് വേണ്ടി നിൽക്കണ്ട. കിട്ടണോ, ബറാഅത്ത് ലഭിക്കണോ, എന്ത് വേണം? കുടുംബബന്ധം ചേർക്കണം. മാതാപിതാക്കളെ ബുദ്ധിമുട്ടാക്കാതിരിക്കണം. മാതാപിതാക്കളെ ഇടങ്ങാറാക്കിയ, മാതാപിതാക്കളെ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിർത്താതെ ആ മാതാപിതാക്കളെ മനസ്സ് വിഷമിപ്പിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടോ, ആ മാതാപിതാക്കളെ കൊണ്ട് പൊരുത്തപ്പെടിച്ച് അവരോട് നന്നാകണം. എന്നാലേ അല്ലാഹു തആല ഈ രാത്രി നമ്മൾ പരിഗണിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വേറെയും ഒരുപാട് ആളുകളുണ്ട്. എല്ലാം ഇവിടെ പറയേണ്ടതല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. നമ്മൾ അതുപോലെ മറ്റുള്ളവരോട് വെറുപ്പും പകയും വിദ്വേഷവും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകൾ ആവശ്യമില്ലാതെ അവരെന്ത് ചെയ്താലും പ്രശ്നമാണ്. എന്തിന്റെ പേരിലും അവരെന്ത് നന്മ ചെയ്താലും നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്നിട്ട് അവരെ പറ്റി തെറ്റ് പറയാ, കുറ്റം പറയാ, പിന്നെ അവര് മറ്റുള്ളവരുടെ കുറ്റം കുറവും നോക്കി നടക്കുക. അതുപോലെ നമ്മളുടെ അയൽവാസി വലിയ വലിയ മണിമാളികകളും വീടുകളും ഒക്കെ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് സൈക്കിളില്ല, അങ്ങനെ നമ്മൾ പിന്നെ അവരോട് തെറ്റുക, അവര് നോക്കി അവര് നമ്മോട് ചിരിച്ചാൽ അങ്ങോട്ട് നോക്കാതിരിക്കുക. ഇങ്ങനെ മറ്റുള്ളവരോട് വെറുപ്പ് മനസ്സിൽ കൊണ്ട് നടക്കുന്ന മനുഷ്യന്മാര് ഈ ലൈലത്തുൽ ഖദ്ർ ആയാലും ബറാഅത്തിന്റെ രാത്രി ആയാലും റമദാൻ ആയാലും വെറുതെ ഇബാദത്ത് എടുക്കാണ്. അല്ലാഹു തആല അതൊന്നും സ്വീകരിക്കൂല. അപ്പൊ അല്ലാഹു തആല സ്വർഗ്ഗത്തിലേക്ക് നമ്മളെ എടുക്കണമെങ്കിൽ, സ്വർഗത്തിലേക്ക് നമ്മളെ എടുക്കണമെങ്കിൽ എന്ത് വേണം? അത്തരം ദുശ്ചിന്തകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ചില്ലറ തൗഫീഖ് ഒന്നുമില്ല. എന്നോട് ഈ അടുത്ത് നമ്മളെ കുട്ടികളെ ക്ലാസ്സിൽ നിന്ന് സംശയം ചോദിച്ചു, ഉസ്താദേ സ്വർഗത്തിൽ ഇപ്പൊ നമ്മള് എന്താഗ്രഹിച്ചാലും കിട്ടൂലെന്ന് ചോദിച്ചു. എന്താഗ്രഹിച്ചാലും കിട്ടും, ഒന്നും കിട്ടാതെ എല്ലാം കിട്ടില്ല. കാരണം ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊൻ. നിങ്ങൾക്ക് സ്വർഗത്തിൽ നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ആവശ്യപ്പെടുന്നത് മുഴുവനും അല്ലാഹു തആല തരും. ഉറപ്പല്ലേ? അപ്പൊ ചോദിക്കും, ഞാന് ഇങ്ങനെ പോകുന്ന സമയത്ത് എന്റെ കൂട്ടുകാരനായ സുലൈമാന് നല്ല വീട് കാണും. അപ്പൊ എനിക്കൊരു പൂതി, പഠിച്ചോനെ ആ വീടിച്ച് വേണം. അപ്പോ അവിടെ അല്ലാഹു തആല കൊടുങ്ങൂല. കാരണം എന്താ? സുലൈമാന് കിട്ടിയ പേരെ സുലൈമാൻ തന്നെ വേണ്ടേ. ഇനി ആ വീട് ഞാൻ ആഗ്രഹിക്കണം എന്ന് വെച്ചാ സുലൈമാന്റെ ആഗ്രഹവും എന്റെ ആഗ്രഹവും കൂടെ എന്തായി ഏറ്റുമുട്ടിയില്ലേ? സുലൈമാന് നല്ല 2-3 ഭാര്യമാരായിട്ട് ഇങ്ങനെ സന്തോഷത്തിൽ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോ എനിക്കൊരു പൂതി, അവന്റെ ഭാര്യ തിരക്കടില്ല, ആ പെണ്ണ് വെച്ച് കിട്ടിയെങ്കിലും ഞാൻ സ്വർഗത്തിൽ വെച്ച് ആഗ്രഹിച്ചാല് പഠിച്ചോൻ കുടുങ്ങൂലെന്ന് വെച്ചു. അപ്പൊ ശരിയാണല്ല, ഇതിപ്പോ ആഗ്രഹിക്കുന്നത് മുഴുവനും കിട്ടുന്നും പറയാ. ഈ കോലത്തിലൊക്കെ ആഗ്രഹിച്ചാല് വല്ലാത്ത ബുദ്ധിമുട്ടായി പോവാലോ എന്ന് കുട്ടികളെ സംശയം ചോദിച്ചു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന് മറുപടി കിട്ടും? സ്വർഗത്തില് ഇപ്പൊ ഞാനിങ്ങനെ നല്ല ജ്യൂസ് ഇവിടെ നിന്ന് ഇങ്ങനെ കുടിക്കുകയാണ്, ഇത് കിട്ടണം എന്ന് ആഗ്രഹിച്ചു. അപ്പോ ഇതിപ്പോ എനിക്കാ കിട്ടാതെ ഓനക്കാ കിട്ടുക, അങ്ങനെ ഒരു സംശയം ഇവിടെ ഇല്ലേ? അപ്പൊ കുട്ടികള് ക്ലാസ്സിൽ എന്നോട് സംശയം ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ, അതിന് ഈ വക പരിപാടി സ്വർഗത്തിൽ ഉണ്ടാവൂല, ഇങ്ങനെയുള്ള മനുഷ്യന്മാര് സ്വർഗത്തേക്ക് പോവില്ല. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു. ഹബീബായ തങ്ങൾ പറഞ്ഞു, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു. നിങ്ങൾ മുഅ്മിനാകുന്നത് വരെ സ്വർഗ്ഗത്തിൽ കടക്കൂല. മുഅ്മിനാകുന്നത് വരെ സ്വർഗ്ഗത്തിൽ കടക്കൂല. മുഅ്മിനീങ്ങളോ? ആരാ മുഅ്മിനീങ്ങൾ? എപ്പോഴാണ് ഒരു മനുഷ്യൻ മുഅ്മിനാവല്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യുഅ്മിനു അഹദുകും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. നിങ്ങളിൽ നിന്ന് ഒരാളും മുഅ്മിനാവൂല, ഒരാളുടെയും ഈമാൻ കാമിലാകൂല. സ്വർഗത്തിൽ കടക്കാനുള്ള ക്വാളിറ്റി നിങ്ങൾക്കില്ല. എപ്പോൾ? ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. എനിക്ക് ഉണ്ടാവണമെന്ന്, എനിക്ക് ലഭിക്കണമെന്ന് ആഗ്രഹമുള്ളത് മുഴുവനും തന്റെ സഹോദരനും ഉണ്ടാവണം. എനിക്കില്ലെങ്കിലും എന്റെ കൂട്ടുകാരന് ലഭിക്കണം, എനിക്കില്ലെങ്കിലും എന്റെ പ്രിയപ്പെട്ടവർക്ക് അതുണ്ടാകണം എന്ന മനസ്സുണ്ടോ
എന്നാൽ മാത്രമേ നിങ്ങൾ വിശ്വാസിയാവുകയുള്ളൂ. അയൽവാസിയുടെ വീട് വലുതാകുമ്പോൾ അങ്ങനെ വലിയ വീട് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മളാണെങ്കിൽ അവന്റെ വലിയ വീട് എനിക്കില്ലെങ്കിലും അവനിക്ക് നല്ല വീടുണ്ടല്ലോ, അൽഹംദുലില്ലാഹ്. എനിക്ക് വാഹനമില്ലെങ്കിലും ഞാൻ എത്രയോ കാലമായി ആഗ്രഹിക്കുന്ന വാഹനം എന്റെ കൂട്ടുകാരനുണ്ടല്ലോ, അൽഹംദുലില്ലാഹ്. എനിക്ക് നല്ല മക്കളില്ലെങ്കിലും, എനിക്ക് ആൺകുട്ടിയില്ലെങ്കിലും, എനിക്ക് പെൺകുട്ടിയില്ലെങ്കിലും എന്റെ കൂട്ടുകാരിക്ക്, എന്റെ ഇളച്ചിക്ക്, മൂത്തച്ചിക്ക്, എന്റെ നാത്തൂന് നല്ല കുട്ടികളെ പഠിച്ചോൻ കൊടുത്തല്ലോ, അൽഹംദുലില്ലാഹ്. എന്റെ കുട്ടി പരീക്ഷയിൽ വിജയിച്ചില്ലെങ്കിലും എന്റെ ജ്യേഷ്ഠന്റെ കുട്ടി, എന്റെ ആങ്ങളയുടെ കുട്ടി, എന്റെ അയൽപക്കത്തുള്ള മുഹമ്മദ് കയുടെ കുട്ടി പരീക്ഷയിൽ വിജയിച്ചല്ലോ, അൽഹംദുലില്ലാഹ്. നമ്മുടെ മക്കൾ എങ്ങനെ ആവണമെന്ന് ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ അയൽവാസിയുടെയും കുട്ടി ആവണമെന്ന് ആഗ്രഹിക്കുക. എന്റെ കുട്ടി 1-ാം സ്ഥാനം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ അയൽപക്കങ്ങളിലുള്ള മക്കളും 1-ാം സ്ഥാനം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുക. എന്റെ മക്കൾ എല്ലാവരും A+ ലഭിക്കുന്ന മക്കളാകണമെന്ന് ആഗ്രഹമുണ്ടോ? അയൽപക്കങ്ങളിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മക്കൾക്ക് A+ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുക. ഇങ്ങനെ നമുക്കുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഏത് സന്തോഷവും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, കുടുംബങ്ങൾക്ക്, അയൽവാസികൾക്ക്, കൂട്ടുകാർക്ക് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന മനസ്സ് വരാതെ ഒരാളും സ്വർഗത്തിൽ കടക്കൂല. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ മറ്റൊരാൾക്ക് കിട്ടിയത് എനിക്ക് വേണമെന്ന ആഗ്രഹം സ്വർഗത്തിൽ ഒരാൾക്കുണ്ടാവൂല. മറിച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമുക്ക് ലഭിക്കുന്നതിനേക്കാൾ എത്രയോ വലിയ മഹത്വമായിരിക്കും മുത്തനബി തങ്ങൾക്ക് ഉണ്ടാവുക. ബദരീങ്ങൾ എന്തായാലും നമ്മളുടെ മുകളിലേ ഉണ്ടാകൂ. അവർക്ക് വലിയ പവറാണ്, വലിയ മഹത്വമാണ്. ബദരീങ്ങളൊക്കെ അവർക്ക് ലഭിച്ചിട്ടുള്ള വലിയ മഹത്വത്തിൽ, വലിയ ആ സുഗാഡംബരങ്ങളിൽ കഴിയുമ്പോൾ ഞമ്മക്കിതില്ലല്ലോ, അത് ഞമ്മക്കും വേണം എന്ന് സ്വർഗത്തിൽ ആഗ്രഹിക്കൂല. മുത്തനബി തങ്ങൾക്ക് കിട്ടിയത് കണ്ടിട്ട് നമുക്ക് സന്തോഷമാണ്. ബദരീങ്ങൾക്ക് കിട്ടിയ സന്തോഷങ്ങൾ കണ്ടിട്ട് നമുക്ക് സന്തോഷമാണ്. ഇങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെയും പടച്ച റബ്ബ് കൊടുത്തിട്ടുള്ള സന്തോഷം കാണുമ്പോൾ നമുക്ക് വിഷമം വരികയല്ല, അത് കിട്ടണമെന്ന് ആഗ്രഹിക്കുകയല്ല. മറിച്ച് അതൊക്കെ അവർക്ക് കിട്ടിയതിൽ നമുക്ക് സന്തോഷം കൂടുകയാണ്, നമുക്ക് റാഹത്ത് കൂടുകയാണ്. നമുക്ക് അല്ലാഹു തആല ധാരാളം തരും. ചില ആളുകളൊക്കെ സ്വർഗം എന്ന് കേൾക്കുമ്പോ ചെറിയ ഒരു ചെറിയ ഒരു ബിൽഡിംഗ് അങ്ങനെ നല്ല അലങ്കരിച്ച് നല്ല സന്തോഷമുള്ള ഒരു ചെറിയ ഒരു റൂമായിട്ട് അല്ലെങ്കിൽ ഒരു വീടായിട്ട് ഒരു ചെറിയ ഒരു ഏരിയയായിട്ടൊക്കെയാണ് ചില ആളുകൾ സ്വർഗത്തെ മനസ്സിലാക്കുക. ഉദാഹരണത്തിന് മർക്കസ് നോളജ് സിറ്റിയിലെ നമ്മുടെ മസ്ജിദുൽ ആസ, ആ പള്ളി, അതിന്റെ പരിസരത്തുള്ള ആ ഒരു സന്തോഷം, അങ്ങനെയുള്ള ചെറിയൊരു ഏരിയയാണ് സ്വർഗം. അവിടെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ വന്നിട്ട് പിന്നെ എപ്പോഴും ജഗപൊകനായിട്ട് അങ്ങനെയുള്ള ഒരു സംഭവമാണ് എന്ന് ചില ആൾക്കാരൊക്കെ മനസ്സിലാക്കും. അത് തെറ്റായ ധാരണയാണ്. അല്ലാഹു തആല സ്വർഗ്ഗത്തെ കുറിച്ച് പറഞ്ഞതെന്താ? എല്ലാവർക്കും വിശാലമായ സ്ഥലമുണ്ട്. വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. സ്വർഗ്ഗത്തിന്റെ വിശാലത അല്ലാഹു പറയാ. അർളുഹസ് സമാവാതു വൽ അർള്, ഭൂമിയും മേലെ കാണുന്ന 7 ആകാശങ്ങളുടെയും അത്രയും വിശാല വിസ്തൃതിയുള്ള ലോകമാണ് സ്വർഗീയ ലോകം. കുറച്ചൊന്നല്ല, ഭൂമിയാണ് ഇനി എത്രമാനം സ്ഥലം, ഭൂമിയിലെ സ്ഥലം ബാക്കിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ ഏക്കർ കണക്കിന്, ഹെക്ടർ കണക്കിന് സ്ഥലങ്ങൾ ഒരാൾക്ക് തന്നെ തന്നാലും തീരാത്തത്രയും വിശാലതയുള്ള സ്ഥലമാണ് സ്വർഗം. പക്ഷെ ആ സ്വർഗം ആർക്കാണ്? വളരെ ചുരുങ്ങിയ കാലം അള്ളാഹുവിനെ പേടിച്ച് ഭൗതികമായ ലോകത്ത് ഭൂമിയിൽ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കാൻ തീരുമാനിച്ച സമയം കണ്ടെത്തിയ മനുഷ്യർക്കാണ് സ്വർഗമെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തഖ്വ തരണേ അല്ലാഹ്.
മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ഇന്നത്തെ രാത്രി നമ്മൾ ചെയ്തിട്ടുള്ള തെറ്റുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. തെറ്റുകളെ നമ്മൾ എണ്ണി എണ്ണി പറഞ്ഞ് പടച്ചോന്റെ മുമ്പിൽ കരയണം. നിങ്ങൾക്കറിയുമോ, അർശിന്റെ തണൽ ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണിയ ഒരു വിഭാഗം ആരാണെന്നറിയോ? വറജുലുൻ ദക്കറല്ലാഹ ഖാലിയാ ففاضت عيناه. ورجل ഒരു മനുഷ്യൻ ذكر الله خاليا, ഒഴിഞ്ഞിരുന്ന് ഒരാളും കാണാതെ ഒരാളും അറിയാതെ ഒറ്റക്കിരുന്നു കൊണ്ട് പടച്ച റബ്ബിനെ ഓർത്തു, പടച്ചോന് ദിക്ർ ചൊല്ലി, വിശുദ്ധമായ ഖുർആൻ ഓതി, അല്ലാഹുവിനെ കുറിച്ച് ചിന്തിച്ച് ഓർമ്മിച്ച് ഫഫാദത് ഐനാ, തന്റെ രണ്ട് കണ്ണും ഒറ്റക്കിരുന്ന് പടച്ചോനെ ഓർത്തപ്പോൾ തന്റെ രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നോ. അങ്ങനെ കണ്ണുനീര് വരുന്ന മനുഷ്യർക്ക് നാളെ അർശിന്റെ തണലുണ്ടെന്ന് ഏറ്റവും ഭയാനകമായ മഹ്ശറാവൻ സഭയിൽ എല്ലാ മനുഷ്യരും ബേജാറിൽ കഴിയുന്ന മഹ്ശറാവൻ സഭയിൽ ബേജാറില്ലാതെ അർശിന്റെ തണലിൽ ഒരുമിച്ചൂടാ. ഒറ്റക്കിരുന്ന് പടച്ചോനെ ഓർത്ത് കരയുന്നവർക്ക് അല്ലാഹു അവസരം തരുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇന്നത്തെ പകൽ 2 മണിക്കൂറോ 3 മണിക്കൂറോ നമ്മളൊന്ന് കിടന്നുറങ്ങിയാലും വേണ്ടിയില്ല. ഇന്ന് രാത്രി 1-2 മണിക്കൂർ സമയമെങ്കിലും ഒറ്റക്കിരുന്ന് ആരും കാണാതെ ആരും അറിയാതെ ഞാനും എന്റെ പടച്ചറപ്പും എന്ന നിലയ്ക്ക് അല്ലാഹുവിനോട് നമ്മൾ പറയണം, പടച്ചോനെ നീ എനിക്ക് കണ്ണു തന്നല്ലോ, നീ എനിക്ക് നാവ് തന്നല്ലോ, നീ എനിക്ക് കൈകാലുകൾ തന്നല്ലോ, ഇത്രയും ആരോഗ്യം തന്നല്ലോ, ഇത്രയും കൊല്ലക്കാലം പട്ടിണിക്കിടാതെ നീ ഞങ്ങൾക്ക് ജീവിക്കല്ലോ, നീ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവസരം തന്നുവല്ലോ എന്നോർത്തുകൊണ്ട് പടച്ച റബ്ബിന്റെ നിഅമത്തുകളെ എണ്ണി എണ്ണി പറഞ്ഞ് സൗന്ദര്യമുള്ള ശരീരം തന്ന അല്ലാഹുവേ, ആയുസ് തന്ന അല്ലാഹുവേ, സ്നേഹനിധിയായ ഉമ്മയെയും ഉപ്പയെയും തന്ന അല്ലാഹുവേ, നിന്റെ ദീനിനെ കുറിച്ച് അറിയാനും പഠിക്കാനുമുള്ള അവസരങ്ങൾ വേണ്ടുവോളം ചെയ്തു തന്ന അല്ലാഹുവേ, നല്ല സുഖലോലുപതയുടെ സന്തോഷത്തിന്റെ നല്ല റാഹത്തുള്ള വീടുകളിൽ താമസിക്കാൻ, ചൂടുകാലത്ത് ഫാനിന്റെ കാറ്റുകൊണ്ട് കിടക്കാൻ, ഇങ്ങനെ തണുപ്പുകാലത്ത് നല്ല കട്ടിയുള്ള പുതപ്പും പുതച്ച് കിടക്കാൻ, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പടച്ചോനെ നീ തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ എണ്ണിയാൽ ഞങ്ങൾക്കത് തീർക്കാൻ കഴിയൂല. അതിനു മാത്രം അനുഗ്രഹങ്ങൾ കോരിച്ചൊരിഞ്ഞ യജമാനനായ റബ്ബേ എന്ന് പറഞ്ഞു, ഞാൻ തെറ്റ് ചെയ്തല്ലോ, ഈ കണ്ണുകൊണ്ട് ഞാൻ എത്ര സിനിമകൾ കണ്ട്, എത്രയെത്ര വേണ്ടാത്തരങ്ങൾ കണ്ട്, ഫോണിലൂടെ അതുപോലെ തന്നെ മറ്റു പല ഉപകരണങ്ങളിലൂടെയും എത്രയോ ഹറാമുകൾ കണ്ട്, അന്യ ആണുങ്ങളെ അന്യ പെണ്ണുങ്ങളെ എത്രയോ ഈ കണ്ണുകൊണ്ട് നോക്കിപ്പോയി. അല്ലാ, ഈ നാവ് കൊണ്ട് എത്ര പൊള്ളാണ് ഞാൻ പറഞ്ഞത് പഠിച്ചോനെ. ഈ കാതുകളെ കൊണ്ട് എത്രയെത്ര ഹറാമുകളായ മ്യൂസിക്കുകളാണ്, എത്രയെത്ര ഗീബത്തുകളാണ്, നമീമത്തുകളാണ്, എത്രയോ തെറ്റുകുറ്റങ്ങൾ ഈ കാതുകൊണ്ട് ഞാൻ കണ്ടല്ലോ പഠിച്ചോനെ. എനിക്ക് സൗന്ദര്യമുള്ള മുഖം തന്നപ്പോൾ ഈ സൗന്ദര്യം കൊണ്ട് എത്രയോ മനുഷ്യന്മാർക്ക് മുമ്പിൽ ഞാൻ അഹങ്കരിച്ച് നടന്നല്ലോ. അല്ലാഹു തആല തന്ന സമ്പത്തുണ്ടായപ്പോൾ, അല്ലാഹു തആല അല്പം പണം തന്നപ്പോൾ പാവങ്ങളായ ആളുകളെ കാണാനുള്ള മനസ്സില്ലാതെ സമ്പത്ത് കൊണ്ട് പലപ്പോഴും അഹങ്കാരം വന്നു പടച്ചോനെ. എന്നിങ്ങനെ നമ്മളിൽ നിന്നും വന്നുപോയ അപാകതകളെ എണ്ണി എണ്ണി പടച്ച റബ്ബിന്റെ മുമ്പിൽ കരച്ചിൽ വരുവോളം എണ്ണി എണ്ണി പറഞ്ഞു നോക്കി. നമുക്ക്
നമുക്കറിയുന്ന ഭാഷയിൽ പടച്ച റബ്ബിന്റെ മുമ്പിൽ പറഞ്ഞു നമുക്ക് കണ്ണുനീര് വരുവോളം അല്ലാഹുവിനോട് സങ്കടം പറയൂ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ദിക്റുകൾ ഇങ്ങനെ ചൊല്ലി നോക്ക്. ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീയല്ലാതെ മറ്റൊരു ഇലാഹില്ല. സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. എത്രയോ അതിക്രമങ്ങൾ ചെയ്തിട്ടുള്ള വലിയ അപാകതകൾ വന്നു പോയിട്ടുള്ള പാപിയാണ് പടച്ചോനെ ഞാൻ എന്നിങ്ങനെ അല്ലാഹുവിനോട് സങ്കടം പറഞ്ഞു നോക്ക്. അങ്ങനെ പറയുമ്പോൾ അല്ലാഹു നമ്മെ ഏറ്റെടുക്കും, അല്ലാഹു നമ്മളെ സ്വീകരിക്കും, അല്ലാഹു നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു തരും. ആഖിറത്തിൽ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തും. നമുക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യും പോലെ നമ്മുടെ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യണം, നമ്മുടെ ഉപ്പമാർക്ക് വേണ്ടി ദുആ ചെയ്യണം, നമ്മുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി, ഭാര്യമാർക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, നമുക്ക് അറിവ് പകർന്നു തന്ന നമ്മുടെ ഉസ്താദുമാർക്ക് വേണ്ടി, നമ്മുടെ അയൽവാസികൾക്ക് വേണ്ടി. വളരെ ചെറുപ്പത്തിൽ നമ്മൾ ചെറിയ മക്കളായിരിക്കുമ്പോൾ വാത്സല്യത്തോടെ സ്നേഹത്തോടെ നമ്മളെ പരിലാളിച്ച നമ്മുടെ എളാപ്പമാര്, മൂത്താപ്പമാര്, വല്യുപ്പമാര്, വല്യുമ്മമാര് നമുക്ക് സ്നേഹം തന്ന എത്രയോ നൂറുകണക്കിന് ആയിരക്കണക്കിന് മനുഷ്യരില്ലയോ? അവർക്ക് വേണ്ടി മുഴുവനും പടച്ചോനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം. അങ്ങനെ നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ സാന്നിധ്യത്തിലല്ലാതെ നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ നമുക്ക് അല്ലാഹു ദോഷം പുറത്തു തരും. നമ്മുടെ വിഷമങ്ങൾ അല്ലാഹു മാറ്റിത്തരും. മറ്റുള്ളവരുടെ ദോഷം പൊറുക്കാൻ നമ്മൾ ദുആ ചെയ്യണം. മറ്റുള്ളവരുടെ രോഗം മാറാൻ നമ്മൾ ദുആ ചെയ്യണം. മറ്റുള്ളവരുടെ വീട് പണി പൂർത്തിയാകാൻ നമ്മൾ ദുആ ചെയ്യണം. അങ്ങനെ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ എണ്ണി പറഞ്ഞ് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ നീങ്ങുന്നത് കാണാം, നമ്മുടെ പ്രയാസങ്ങൾ മാറുന്നത് കാണാം, അതിനെല്ലാം അല്ലാഹു പരിഹാരം കാണിക്കുന്നത് കാണാം. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. നമ്മൾ അല്ലാഹുവിനോട് പടച്ചോനെ എനിക്ക് മാപ്പ് തരണേ എന്ന് പറയും മുമ്പ് നമ്മളെല്ലാവർക്കും മാപ്പ് കൊടുക്കണം. നമ്മളെ എങ്ങനെ ഉപദ്രവിച്ചവരായാലും, എത്ര നമ്മൾ കഷ്ടപ്പെടുത്തിയവരായാലും, വിവരമില്ലാത്തതിന്റെ പേരിൽ നമ്മുടെ പട്ടിണിക്കിട്ട മനുഷ്യന്മാര് വരെ കഴിഞ്ഞു പോയിട്ടുണ്ടാകാം. അകാരണമായി നമ്മൾ ഉപദ്രവിച്ചവരുണ്ടാവാം. നമ്മളുടെ വഴികൾ മുഴുവൻ മുടക്കിയവരുണ്ടാകാം. അങ്ങനെ നമ്മെ കിടന്ന് വല്ലാതെ കഷ്ടപ്പെടുത്തിയ പല മനുഷ്യന്മാരും നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടാകാം. മുഅ്മിനീങ്ങളെ, പടച്ച റബ്ബ് എനിക്ക് പുറത്തു തരണമെന്ന നല്ല നിയ്യത്തോടുകൂടെ ആ പാവങ്ങൾക്ക് മുഴുവനും, വിവരമില്ലാത്ത ആ സാധുക്കൾക്ക് മുഴുവനും മനസ്സറിഞ്ഞ് പുറത്തു കൊടുത്തു നോക്ക്. ഇന്നത്തെ രാവിൽ പടച്ച റബ്ബ് നമ്മെ ഏറ്റെടുക്കുന്നത് കാണാം. അല്ലാഹു നമുക്ക് പുറത്തു തരുന്നത് കാണാം. അല്ലാഹുവിനോട് നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട ദുആ എന്താണ്? ലൈലത്തുൽ ഖദറിൽ അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ട ദുആ എന്താണ്? അല്ലാഹു തആല മുത്തനബി തങ്ങൾ ആയിഷത്തുമ്മക്ക് പഠിപ്പിച്ചു കൊടുത്തില്ലേ? അല്ലാഹുമ്മ ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ ഇന്നക അഫൂവൻ, നീ എന്തൊരു മാപ്പ് തരുന്നവനാണ് പടച്ചോനെ, വല്ലാതെ മാപ്പ് തരുന്നവനല്ലേ നീ. അതുകൊണ്ട് തുഹിബ്ബുൽ അഫ്വ, മാപ്പ് കൊടുക്കൽ നിനക്ക് എന്ത് ഇഷ്ടമുള്ള കാര്യമാണ്, നിനക്ക് എന്ത് താല്പര്യമാണ്. മാപ്പ് കൊടുക്കുന്നത് അല്ലാഹുവിന്റെ ഹരമാണ്. അങ്ങനെയുള്ള നീ ഫഅഫു അന്നി, എനിക്ക് മാപ്പ് തരണേ എന്ന് പറയുമ്പോ, നമ്മളോ ഒരാൾക്ക് മാപ്പ് കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറയുമ്പോ അത് പടച്ച റബ്ബിനെ പരിഹസിക്കലല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നമ്മൾ ഒരാൾക്കും പുറത്തു കൊടുക്കൂല, നമ്മൾ ഒരാൾക്കും മാപ്പ് കൊടുക്കൂല. അല്ലാഹു തന്ന അന്നം തിന്ന് അല്ലാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിച്ച് ജീവിച്ച് അല്ലാഹുവിനോട് എത്രയോ വലിയ ധിക്കാരങ്ങൾ ചെയ്ത് നമുക്ക് അല്ലാഹു തആല പുറത്തു തരണമെന്ന് ആവശ്യപ്പെടുമ്പോ നമ്മൾ അല്ലാഹുവിനോട് പറയാണ്, പടച്ചോനെ തുഹിബ്ബുൽ അഫ്വ, നിനക്ക് മാപ്പ് തരൽ എന്ത് ഇഷ്ടാണ്. പക്ഷേ നമുക്കത് ഇഷ്ടമില്ല, അത് പറ്റില്ല. മറിച്ച് നമുക്ക് അത് വലിയ താല്പര്യം ഉണ്ടാകണം. എല്ലാവർക്കും നമ്മൾ പുറത്തു കൊടുക്കണം, എല്ലാവർക്കും നമ്മൾ മാപ്പ് കൊടുക്കണം. ഇന്നത്തെ രാവ് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരാളോടും വെറുപ്പില്ല എന്ന് ഉറപ്പ് നമുക്കുണ്ടാകണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഫാത്തിഹയും സൂറത്തും ഓതി ദുആ ചെയ്യുന്നു. അൽ ഫാത്തിഹ.
أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ദുആ ചെയ്യുകയാണ്. ഇന്നത്തെ ഈ ഒരു ക്ലാസ് അല്പം നേരം വൈകിയിട്ടുണ്ട്. 8 മണി സമയമായി തുടങ്ങി. ഇൻഷാ അല്ലാഹ് ആരും വിഷമം വിചാരിക്കരുത്. നമ്മൾ എന്നുമില്ലല്ലോ. ഇപ്പം ഇന്ന് ഇത് പറയൽ നിർബന്ധമാണെന്ന് തോന്നിയപ്പോൾ പറഞ്ഞതാണ്. അല്ലാഹു തആല എല്ലാം സ്വീകരിക്കട്ടെ. ഇന്ന് ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ് ആരും മറക്കരുത്. നമ്മൾ തെറ്റി നിൽക്കുന്ന ആളെടുത്ത് പോയിട്ട് നമ്മളങ്ങ് താഴ്ന്നു കൊടുക്കാം. മൻ തവാളഅ ലില്ലാഹ്, അല്ലാഹു പറയുന്നു, പറയാണ്, അല്ലാഹുക്ക് വേണ്ടി പടച്ചോന് വേണ്ടി താഴ്ന്നു കൊടുക്കാൻ തയ്യാറായോ റഫഅഹുല്ലാഹ്, അവരെ അല്ലാഹു ഉയർത്തുന്ന. നമ്മൾ താഴ്ന്നു കൊടുക്കാം. നമ്മൾ താഴ്ന്നു കൊടുത്തിട്ട് പിന്നെ പൊരുത്തപ്പെട്ട് തരണം. എൻ്റെയൊക്കെ ഞാൻ അങ്ങനൊന്നും ഉണ്ടാവില്ല. എൻ്റെയൊക്കെ അങ്ങനെ ഉണ്ടായതിൽ എനിക്ക് ഒരു തരി പോലും സങ്കടമില്ല, വിഷമില്ല. ഞാനൊക്കെ എനിക്ക് പുറത്ത് തന്നിക്കണം. നമ്മളെല്ലാവരും മരിച്ചു പോകുമല്ലോ. അപ്പൊ ഈ ആരാണ് ആരും മരിക്കാതെ പറയാൻ പറ്റൂല. ഇജ്ജ് മരിച്ചാലും ഞാൻ മരിച്ചാലും നമ്മൾക്ക് അള്ളാഹുവിന്റെ അടുക്കിലെത്തണ്ടേ. അള്ളാഹു തആലയുടെ ഖബറിൽ നമുക്ക് പോയി കിടക്കണ്ടേ. അതുകൊണ്ട് ഞാനെല്ലാം എനിക്ക് പൊരുത്തപ്പെട്ട് തന്നു, ജിനിക്കും പൊരുത്തപ്പെട്ട് തരണം എന്നിങ്ങനെ പറഞ്ഞ് സ്നേഹത്തോടെ തെറ്റി നിൽക്കുന്നവരെ പിടിച്ച് ആലിംഗനം ചെയ്ത് അവരുടെ കവിളത്തൊരു ഉമ്മ കൊടുത്തു നോക്ക്. നമ്മളുടെ ഇടയിലുള്ള എത്ര വലിയ പകയുടെ മലയാണെങ്കിലും അത് മഞ്ഞുരുകും പോലെ ഉരുകിത്തീരും. അല്ലാഹു തആല അതിന് അവസരം തരും. അതുകൊണ്ട് മാപ്പ് കൊടുക്കാൻ എല്ലാവർക്കും വേണ്ടി മാപ്പ് കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മുടെ ജയിലിലകപ്പെട്ട മകന് വേണ്ടി പ്രത്യേകം ഒരു ഉമ്മ സങ്കടത്തോടു കൂടെ അറിയിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് മുക്കം നമ്മുടെ ഭാഗത്ത് ഇതുപോലെ ഒരു ഉമ്മ നമ്മുടെ മജ്‌ലിസിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരു ഉമ്മയുണ്ട്. ആ ഉമ്മയുടെ മകനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഉമ്മാക്കും അതുപോലെ തന്നെ ഇതുപോലെ മക്കള് ജയിലിലകപ്പെട്ട ധാരാളം ഉമ്മമാര് നമ്മുടെ സദസ്സിലുണ്ട്. ഒരുപാട് സങ്കടങ്ങളിൽ കിടന്ന് നീന്തുന്ന മുഅ്മിനീങ്ങളുണ്ട്. അല്ലാഹുവേ, ഈ രാവിന്റെ ബറക്കത്ത് കൊണ്ട് എൻ്റെ റിയാത്തുൽ അഹ്ബാബിലെ ഉമ്മമാരോട് നിങ്ങളൊക്കെ ഇന്നത്തെ രാത്രി ദുആർക്കുമ്പോൾ സാധുവായ എന്നെ ഈ റിയാത്തുൽ അഹ്ബാബിലെ മറ്റുള്ള എല്ലാ ഉമ്മമാരെ സഹോദരങ്ങളെ ഒക്കെ ദുആയിൽ ഉൾപ്പെടുത്തണം. നമ്മുടെ പ്രിയപ്പെട്ട ശൈഖുന ഉസ്താദ് അവർകൾ 8-10 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അൽഹംദുലില്ലാഹ് ഇപ്പോൾ സുഖമായി ഇവിടെ സ്ഥാപനത്തിലെത്തിയിട്ടുണ്ട്. ഇവിടെ റൂമിലുണ്ട്. എന്നാലും പൂർണ്ണമായി ശിഫിയായി എന്ന് പറയാനായിട്ടില്ല. എന്നാലും എല്ലാ മുഅ്മിനീങ്ങളും ആത്മാർത്ഥമായി ഉസ്താദിന്റെ ആഫിയത്തിന് വേണ്ടി ദുആർക്കണം. അതുപോലെ ഇതുപോലെ സങ്കടം അനുഭവിക്കുന്ന ഉമ്മമാർക്ക് വേണ്ടി ദുആർക്കണം. അല്ലാഹു തആല എല്ലാവരെയും നമ്മുടെയൊക്കെ ദുആ ഖബൂൽ ചെയ്ത് നമ്മുടെ ഈ ഒരു കൂട്ടായ്മ നാളെ ആഖിറത്തിൽ സ്വർഗ്ഗീയ ലോകത്ത് ഒന്നിക്കാനും ഒരുമിക്കാനുമുള്ള കൂട്ടായ്മയായി അല്ലാഹു ഖബൂൽ ചെയ്യണം. അതിനു വേണ്ടിയൊക്കെ നമ്മൾ ദുആർക്കണം. നമ്മുടെ നിസ്കാരക്കുപ്പായ ചലഞ്ചിന് വേണ്ടി വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ച പണിയെടുത്ത ഒരുപാട് ഉമ്മമാര് നിങ്ങൾ ചിന്തിച്ചു നോക്കി. 2 മക്കള് വിദേശത്ത് ലക്ഷങ്ങൾ സാലറി വാങ്ങുന്ന ഒരു ഉമ്മ, അങ്ങനെ അത്രയും വലിയ സാലറി വാങ്ങുന്ന മക്കളുള്ള ഒരു ഉമ്മ. ആ ഒരു ഉമ്മ ഒരു 70-80 നിസ്കാര കുപ്പായ ഓർഡർ ചെയ്തിട്ട് അത് അവര് ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഈ ആളുകളിലേക്കൊക്കെ 70 നിസ്കാര കുപ്പായം കൊണ്ടുപോയി കൊടുത്ത് ആ ആളുകളിൽ നിന്നൊക്കെ പൈസ വാങ്ങി നമ്മുടെ ഈ സ്ഥാപനത്തിന് വേണ്ടി സഹായിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റും?
നമ്മളുടെ റിയാദത്തുൽ അഹ്ബാബിലെ ഒരു ഉമ്മ, അത്യാവശ്യം സാമ്പത്തികമായ ശേഷിയുള്ള ഉമ്മയാണ്, ധാരാളം ഇബാദത്തുകളിൽ വ്യാപൃതരാകുന്ന ഉമ്മയാണ്. റജബ് മാസം 1 മുതൽ അവർ നോമ്പനുഷ്ഠിക്കുന്ന ഉമ്മയാണ്. ഇങ്ങനെ നോമ്പ് നോൽക്കുന്ന ഒരു ഉമ്മ കഴിഞ്ഞ വെള്ളിയാഴ്ച അസറിന്റെ സമയത്ത് ഒരു ഓട്ടോ വിളിച്ച് 70 നിസ്കാര കുപ്പായം അവരെ വീട്ടിൽ ഇറക്കി കൊടുത്തത് അവർ എല്ലാവരിലേക്കും അവർ സ്വന്തം കൈകൊണ്ട് എത്തിച്ചു കൊടുത്ത് ഈ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി അങ്ങനെ ഖിദ്മത്ത് എടുക്കുന്ന ഒരു ഉമ്മയെ കുറിച്ച് ചിന്തിച്ചു നോക്ക് നിങ്ങൾ. അല്ലാഹു തആല ആ ഉമ്മാക്ക് ഇതുപോലെയുള്ള ഒരുപാട് നിഷ്കളങ്കരായ ആത്മാർത്ഥതയുള്ള ഒരുപാട് ഉമ്മമാർ ഈ സ്ഥാപനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, ആ ഉമ്മമാർക്കൊക്കെയും നീ ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ, ദീർഘായുസ് നൽകണം റഹ്മാനെ. ഇങ്ങനെ ഈ സ്ഥാപനത്തെ നേരിട്ട് ഒരു വട്ടം പോലും കണ്ടിട്ടില്ല. ഈ റിയാദത്തുൽ അഹ്ബാബിൽ പങ്കെടുക്കുക എന്നതല്ലാതെ ഈ സ്ഥാപനവുമായി കാര്യമായ അവർക്ക് ബന്ധമൊന്നുമില്ല. പക്ഷേ ആ 65-70 വയസ്സിന്റെ അടുത്തുള്ള പ്രായമുള്ള ഇങ്ങനെയുള്ള ഉമ്മമാര് ഇത്രയും താല്പര്യത്തോടുകൂടെ ഈ സ്ഥാപനത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് കാണുമ്പോ, ഈ സ്ഥാപനത്തിന്റെ ബറക്കത്തും ബഹുമാനവും മനസ്സിലാക്കുന്നത് കാണുമ്പോ വല്ലാത്ത സന്തോഷം വരികയാണ്. ഇന്നത്തെ രാത്രി മഗ്രിബ് മുതൽ ഇശാ വരെ നമ്മുടെ ഈ 170ഓളം വരുന്ന മക്കളും ഞങ്ങൾ ഉസ്താദുമാരും ഇരുന്ന് 3 യാസീൻ ഓതി ദുആ ചെയ്യുമ്പോൾ ഈ ഉമ്മമാരെ മുഴുവനും നമ്മുടെ ചലഞ്ചിന് വേണ്ടി പ്രവർത്തിച്ച ഭാഗവാക്കായ എല്ലാ ഉമ്മമാരെയും ദുആയിൽ ഉൾപ്പെടുത്തുമെന്ന് ഞാൻ ഗ്യാരണ്ടി തരികയാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് അതിനുള്ള ദീർഘായുസ് തരട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാ മുഅ്മിനീങ്ങളും ദുആർക്കുമ്പോൾ നമ്മുടെയൊക്കെ ഈ ഉമ്മമാർക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യണം. നിസ്കാര കുപ്പായം ഇൻഷാ അല്ലാഹ് റമദാൻ ഒരുവിധമൊക്കെ നമ്മൾ വിതരണം പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ്. റമദാൻ 1ന്റെ മുമ്പ് എല്ലാവരിലേക്കും എത്തിക്കണം. അതിന് വേണ്ടിയുള്ള കഠിന പരിശ്രമത്തിലാണുള്ളത്. അല്ലാഹു തആല അതൊക്കെ പൂർത്തിയാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതായത് ഒന്ന് മാത്രം ഏറ്റ ആളുകളിലേക്കൊക്കെയാണ് എത്തിക്കാൻ കൂടുതലുള്ളത്. കൂടുതൽ സംഖ്യ ഏറ്റെടുത്ത ആളുകൾ ആദ്യം പിരിച്ചുവിടാനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. ഓരോന്നോരോന്നാകുമ്പോൾ നമുക്കത് പ്രത്യേകം റൂട്ടുണ്ടാക്കി ഒരുമിച്ച് കുട്ടികളെ പറഞ്ഞേക്കാനുള്ളത് കൊണ്ട് അത് അല്പം വൈകിയിട്ടുണ്ട്. പക്ഷേ അത് വരുന്ന 28-ാം 30-ാം ഒക്കെ ഉള്ളിലായിട്ടാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ പോസ്റ്റ് വഴി അയക്കേണ്ടതൊക്കെ ആ ഒരു സമയത്തേക്ക് നമ്മൾ മാറ്റിവെച്ചിരിക്കുകയാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة ترضيك وترضيه وترضى بها عنا يا أرحم الراحمين، صلاة تنجينا بها من جميع الأهوال والبليات تسلمنا بها من